أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير. ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وكل خير في اتباع من سلف، وكل شر في ابتداء من خلف. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ SYSന്റെ കീഴിൽ നൂറുകണക്കിന് സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് യുവാക്കൾ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രതിജ്ഞയെടുത്ത് സമൂഹത്തിന് ജാതി, മത, വർഗ, വർണ്ണ, ദേശ, ഭാഷ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സേവന സന്നദ്ധരായി പ്രവർത്തിക്കാൻ ഒരുങ്ങുകയും അതിനുവേണ്ടി പ്രചോദനം നൽകുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. SYS എന്ന മഹത്തായ സംഘടനയുടെ യൂത്ത് കോൺഫറൻസുകൾ ഓരോ സോണുകളിലും വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇവിടെ ഈ മുക്കത്ത് സംഘടിപ്പിച്ച ഈ പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന അല്ലാഹുവിങ്കൽ സ്വീകാര്യോഗ്യമായ പ്രവർത്തനമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യും. ഞാൻ എന്റെ സ്നേഹിതൻ SYSന്റെ സെക്രട്ടറി കൂടിയായ മജീദ് സാഹിബിനോട് പറഞ്ഞിരുന്നു, 8:30 മണിക്ക് എനിക്ക് പോകാൻ അവസരം തരണം. പക്ഷേ ഞാൻ മഗ്‌രിബിന് മുമ്പ് എത്തുമെന്ന വാക്ക് എനിക്ക് ഞാൻ ഉദ്ദേശിച്ചുവെങ്കിലും ഓടിയിട്ട് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മഗ്‌രിബിന്റെ ശേഷം ഒരൽപ്പസമയം എന്റെ നേതാവ് കൂടിയായ അലി അബ്ദുള്ള സാഹിബ് സഹായിച്ചത് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ SSFന്റെ
യൂണിറ്റിൽ മെമ്പറായപ്പോ അലി അബ്ദുള്ള സാഹിബിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് ജീപ്പിൽ കയറി വന്നവരാണ്. ഞാൻ മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് എന്റെ നേതാവ് എന്ന്. നിങ്ങളുടെ നാട്ടുകാരനായതുകൊണ്ട് ചിലപ്പോ നിങ്ങൾ ചിലർക്ക് അത് പിടിക്കാത്തവരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനത് വിശദീകരിച്ചത്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്യാൻ, സമൂഹത്തിൽ സേവനം ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. SYS സമസ്ത കേരള സുന്നി യുവജന സംഘമാണ്. സമസ്ത കേരള സുന്നി യുവജന സംഘം മഹാന്മാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ പ്രഗത്ഭരും പ്രശസ്തരും ആത്മീയ ബോധമുള്ളവരുമായ പണ്ഡിതന്മാരാൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു വലിയ സംഘടനയാണ്. ഇതിന്റെ ആദ്യകാല നേതാക്കൾ മഹാനായ മർഹൂം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവറുല്ലാഹു മർഖദഹു, പാണക്കാട് പുക്കോയി തങ്ങൾ നവറുല്ലാഹു മർഖദഹു, മർഹൂം ഇ ടി ഹസൻ മുസ്ലിയാർ നവറുല്ലാഹു മർഖദഹു തുടങ്ങിയ വലിയ വലിയ സയ്യിദന്മാരും ആലിമീങ്ങളും സാലിഹീകളും ആണ്. ഞാൻ ഇന്നലെ ഇതിന്റെ അടുത്ത് മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് പ്രസംഗിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം, തലശ്ശേരി ജോസ്ഗിരി ഹോസ്പിറ്റലിൽ ഒരു മുതഅല്ലിമായിരുന്ന കാലത്ത് ഞാൻ എന്റെ ബന്ധത്തിലുള്ള ഒരാളുടെ കൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കുകയാണ് രോഗിയുടെ കൂടെ. തൊട്ടടുത്തൊരു പള്ളിയിൽ നിസ്കരിക്കാം. അവിടുത്തെ പള്ളിയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ മുഖ്രിക്കൻ ഇയാൾ എന്നോട് പറഞ്ഞു, ഈ കേസ് മുസ്ലിയാര് ശരിയില്ല. അപ്പോ ഞാൻ ചോദിച്ചാൽ എന്താണ്? അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്ന ആയത്തിൽ ഖുനൂത്ത് ഓതുന്നവരായി നിസ്കരിക്കാന്ന് അർത്ഥം പറഞ്ഞാൽ അസമുസ്ലിയാര് അങ്ങനെയല്ല ഇതിന്റെ തഫ്സീർ. അപ്പോ ഞാൻ ചെറിയ മുതഅല്ലിമാണ്, പക്ഷെ എനിക്ക് അന്നും ഇന്നും ഒരു വിശ്വാസമുണ്ട്, ഈ കേസ് മുസ്ലിയാര് കണ്ട അത്ര കിതാബ് എന്തായാലും അയാൾ കാണാൻ സാധ്യതയില്ല. അസമുസ്ലിയാരെ സംബന്ധിച്ച് എനിക്കൊരു വിശ്വാസമുണ്ട്, നെഞ്ഞൂക്കോടുകൂടി ഹഖ് വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ് എന്ന ഒരു വിശ്വാസവും എനിക്കും. അതിന്റെ കാരണം ഫറൂഖിൽ വെച്ച് നടന്ന സമ്മേളനം ഉണ്ടായിരുന്നു, SYSന്റെ സുന്നി സമ്മേളനം. ആ സമ്മേളനത്തിൽ അസമുസ്ലിയാർ സ്റ്റേജിന്മേലിരിക്കുന്ന കുറെ പണക്കാരും ഉമറാക്കളും അവരൊക്കെ ഫറൂഖാരാണ്. അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഈ സമ്മേളനത്തിൽ എല്ലാ ഒത്താശയും സഹായിച്ചവരാണ്, അതുകൊണ്ട് ഞങ്ങളിവിടെ സമ്മേളനം കഴിഞ്ഞ് പോകുമ്പോ സത്യം പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ട. അതുകൊണ്ട് ഇവിടുത്തെ ഫറൂഖിലെ പള്ളിയിൽ കുടുംബ മലയാളത്തിലാണ്, അത് കടുത്ത തെറ്റാണ്, നിങ്ങളെ ജുമഅ ബാത്തിലായി പോകുന്ന സംഗതിയാണ്, അത് മാറ്റിയേ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരിയില്ലെങ്കിൽ ശരി. അസമുസ്ലിയാരുടെ പ്രസംഗം അന്ന് കേട്ടപ്പോൾ അന്ന് എനിക്ക് തോന്നി, ഇതാണ് ഒരു ശരിയായ ഉഹ്റവിയായ പള്ളി, ഒരു ഹഖായ കാര്യം. അത് തുറന്നു പറയുന്നത് അല്ലാഹുവിനെയല്ലാതെ ഭയപ്പെടുന്നില്ല. അവിടെ സ്റ്റേജിന്മേലാരുണ്ട്, സദസ്സിലാരുണ്ട്, അവർ സഹായിക്കുന്നവരാണോ പണക്കാരാണോ, ഇങ്ങനത്തെ യാതൊരു നോട്ടവും ഇല്ല എന്ന് ഞാൻ അസമുസ്ലിയാരെ സംബന്ധിച്ച് നേരത്തെ തന്നെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഇരിക്കട്ടെ, ഞാൻ ഈ ആയത്തിന് അസമുസ്ലിയാർ പറഞ്ഞ തഫ്സീറുണ്ടോ ഇല്ലേ അതൊന്ന് കണ്ടെത്തണം എന്ന് ഞാൻ എന്റെ മനസ്സിൽ ഓർപ്പിച്ചു. അതാണല്ലോ ഇത് ശരി. അങ്ങനെ ഞാൻ തഫ്സീറുകൾ ഓതാൻ വേണ്ടി ജലാലിന്റെ തഫ്സീർ ഓതുന്ന സമയമാണ്. ഓതുന്ന സമയമെത്തിയപ്പോ തഫ്സീറിന്റെ കിതാബുകൾ പരൽ. മഹാനായ ഇമാം സൂയൂത്തി റളിയല്ലാഹു അൻഹു ദുറുൽ മൻസൂറിൽ, അതുപോലെ പിന്നീട് ധാരാളം കിതാബുകളിലും സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ആരാണ് നിങ്ങൾക്കറിയുമോ?
ഇന്നത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിരോധികൾ മുഴുവനും ഒരുപോലെ ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹം മഹാപണ്ഡിതനാണ്, പക്ഷേ അദ്ദേഹത്തിന് അബദ്ധം പറ്റി എന്നാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് വലിയ പാണ്ഡിത്യവും ബുദ്ധിയുമൊക്കെ ഉണ്ട്, പക്ഷേ ലം യജിദ് ശൈഖൻ യഹ്ദീഹി, അദ്ദേഹത്തെ സന്മാർഗത്തിൽ നയിക്കുന്ന ഒരു ഉസ്താദിനെ അദ്ദേഹത്തിന് ലഭ്യമായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അബദ്ധം സംഭവിച്ചുപോയി. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല, എനിക്കങ്ങനെ സ്വന്തം പറയാൻ ഒരു പണ്ഡിതനെ സംബന്ധിച്ചോ അല്ലാത്തവരെ സംബന്ധിച്ചോ പറയാൻ അർഹതയില്ല, അങ്ങനെ പറയാറുമില്ല. സഹോദരന്മാരെ, ഇബ്നു തൈമിയ്യ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്തദഅ മാലം യുസ്ബഖ ഇലൈഹി ഫീ സഅഇൽ അൻസാർ, മുൻഗാമികൾ ആരും പറയാത്ത പുതിയ വാദം ഉന്നയിച്ചു ഇബ്നു തൈമിയ്യ. അങ്ങനെ തുടങ്ങി പല പരാമർശങ്ങളും ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഇബ്നു തൈമിയ്യയുടെ കാലഘട്ടക്കാരനാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. കുടുങ്ങിപ്പോയി. മദീന ശരീഫിൽ ചില ഭിന്നതകളും കുഴപ്പങ്ങളും ഉണ്ടായി. അവിടെ പള്ളിയിൽ നിസ്കാരത്തിൽ ബാങ്ക് വിളിക്കാത്ത സമയമുണ്ടായി. പള്ളിയിൽ കുടുങ്ങിപ്പോയി സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ആ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് 5 നേരവും നിസ്കരിക്കാൻ ഇന്നത്തതുപോലെ വാച്ച് നോക്കാനുള്ള സൗകര്യമില്ല, ടെലിഫോൺ നോക്കാനുള്ള സൗകര്യമില്ല. അന്ന് നിസ്കാരം നിർവഹിച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിന്റെ ഉള്ളിൽ വെച്ച്, ഖബർ ശരീഫിന്റെ ഉള്ളിൽ വെച്ച് 5 നേരവും സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ബാങ്ക് കേൾക്കുന്നു. ആ ബാങ്ക് കേട്ട് നിസ്കരിച്ച മഹാനാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അത്രയും ഹബീബായ നബിതങ്ങളുമായി ബന്ധമുള്ള സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീറാണ് ഖൂമൂ ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ ഖുനൂത്ത് ഓതുന്നവരായ നിസ്കരിക്കണം, എല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞോക്കണം. ഇത് റോട്ടിന്റെ വക്കാണ്, റോട്ടും കൂടി ബസ് പോവും, കാറ് പോവും, ട്രെയിനും പ്ലെയിനും പോല, ബാക്കിയുള്ള വാഹനം ഒക്കെ ഈ റോട്ടും കൂടി പോകും. ആരും പഠിക്കണം, ഒന്നുകൂടി കാറ് അല്ലേ ജീപ്പ് അല്ലേ ബസ്, അതൊന്നുമല്ലാതെ ട്രെയിന് പോകുന്നുണ്ട്. ഞാൻ പറയാം സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഓർക്കണം, ആ മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ നെഞ്ഞൂക്കോടുകൂടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറഞ്ഞ പണ്ഡിതനായിരുന്നു. SYSന്റെ പ്രസിഡന്റായിരുന്നു. ബഹുമാനപ്പെട്ട പാണക്കാട് ബുക്കോയത്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇ. അഹമ്മദ് സാഹിബ് എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിൽ പാണക്കാട് നിങ്ങളുടെ കറാമത്തുകൾ ഇ. അഹമ്മദ് സാഹിബ് പറയുന്നുണ്ട്. ആ കറാമത്തുകൾ പലതും കണ്ട മഹാനാണ് പാണക്കാട് ബുക്കോയത്തങ്ങൾ. SYSന്റെ പ്രസിഡന്റായിരുന്നു. ഇനിയോ ചാപ്പനങ്ങോടി ബാപ്പു മുസ്ലിയാർ, നിങ്ങൾക്കറിയോ, നോമ്പ് തുറക്കുന്ന ഒരു സദസ്സ്, ധാരാളം ആളുകൾ ഇരിക്കുന്നു. ആ ഇരിക്കുന്ന സദസ്സിൽ ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. 1 2 ഐറ്റമല്ല, ധാരാളം ഐറ്റമുണ്ട്. ആ ഭക്ഷണം ഇങ്ങനെ കണ്ടപ്പോ തിരുവിനടുത്തുള്ള ഒരു മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഇതൊക്കെ അനാവശ്യമല്ലേ, ഇത്ര കൂടുതൽ ആവശ്യമില്ലല്ലോ. മനസ്സിലത് തോന്നുമ്പോൾ ഒരൊറ്റ വിളിയാണ്, മുഹമ്മദ് മുസ്ലിയാർ, ഇക്റാമുല്ല ഇസ്റാഫ്, ഇത് അനാവശ്യമല്ല, ഇത് മഹാന്മാരെ ആദരിക്കുകയാണ്, മഹാന്മാരുള്ള ബഹുമാനം കൊണ്ട് ഉണ്ടാച്ചത്, ഇത് ഇസ്റാഫല്ല എന്ന് മനസ്സിലുള്ളത് നോക്കിയിട്ട് വിളിച്ചു പറയുകയാണ്. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അങ്ങനെയുള്ള മഹാന്മാര് നേതൃത്വം കൊടുത്ത സംഘടനയാണ് SYS, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. അതൊരു മഹത്തായ പണ്ഡിത സഭയാണ്.
ആ പണ്ഡിത സഭ അതിവിടെ രൂപീകരിക്കാൻ നിമിത്തമുണ്ട്. നേരത്തെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പണ്ഡിത സഭ ഉണ്ടായിരുന്നില്ല. അക്കാലഘട്ടത്തിലും ഇവിടെ സുന്നത്ത് ജമാഅത്ത് ഉണ്ടായിട്ടുണ്ട്. അന്ന് പരിശുദ്ധ ഇസ്ലാം ദീൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, അഹദാ മലിക്കുൽ ഹിന്ദ് ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജറത്തൻ ഫീഹാ സൽജബീൽ, ഇഞ്ചി അടക്കം ചെയ്ത ഒരു ഭരണി അല്ലെങ്കിൽ പീപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്ത്യയിലെ രാജാവ് ഹദിയ കൊണ്ട് കൊടുത്തു. ഇഞ്ചിയാണ്. ഇഞ്ചി എന്ന് പറയുന്നത് ഒരു മരുന്നാണ്, ഒരു ഔഷധമാണ്. ഭക്ഷണത്തിലൊക്കെ അത് ചേർത്താൽ പല രോഗത്തിനും ഭക്ഷണത്തിന്റെ തകരാറുകളെ അത് ഒഴിവാക്കാൻ പറ്റുന്ന മരുന്നാണ് ഇഞ്ചി. ഏത് കഷായത്തിനും ചുക്കില്ലാത്ത കഷായമില്ലെന്ന് പറയാറുണ്ട്. ചുക്ക് എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണെന്ന് ഒരു ചുക്കും അറിയാത്തവരും അറിയാം. ഇഞ്ചി എന്ന് പറയുന്നത് വലിയ ഒരു മരുന്നാണ്. ആ ഔഷധമായ വസ്തു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് കിളച്ചെടുത്ത് വൃത്തിയാക്കി പീപ്പയിലാക്കിയിട്ട് ഹദിയ കൊണ്ട് കൊടുത്തു ഇന്ത്യയിലെ രാജാവ് എന്ന് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ആ ഇഞ്ചി കിട്ടിയപ്പോൾ സ്വന്തമായി ഉപയോഗിക്കുന്നതിന് പകരം അത് കഷ്ണം കഷ്ണമാക്കി നോക്കിയിട്ട് ഒരു കഷ്ണം എനിക്കും തന്നിട്ടുണ്ടെന്ന് സഹാബി പറയുന്നുണ്ട്. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാം മതം വന്ന നാടാണ് നമ്മുടെ കേരളം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ അതെങ്ങനെ വന്നു? ചേരമാൻ പെരുമാൾ അല്ലെങ്കിൽ പള്ളി പെരുമാൾ എന്ന് പേര് പറഞ്ഞാലും ശരി, പെരുമാൾ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോയതാണ്. കാണാൻ പോകാനുള്ള കാരണം അതേ സിലോണിലേക്ക് പോകുന്ന അറബികളായ ആളുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പെരുമാൾ രാജാവിനോട് വിവരിച്ചതായിരുന്നു. وخالف النفس والشيطان وعصيهما وإنهما محضاك النصح فاجتهدي. ഇമാം ബൂസരി തങ്ങൾ പാടി, ശൈത്താനും ഭയപ്പെടാൻ പാടില്ല, തടീച്ചക്കും ഭയപ്പെടാൻ പാടില്ല. നമുക്ക് ആകെ രണ്ട് ശത്രുക്കളേ ഉള്ളൂ, ഒന്ന് ശൈത്താനും, ഒന്ന് നമ്മളെ സ്വന്തം ശരീരം. ഞാനെന്തിനാ പറഞ്ഞത്? അബ്ദുൽ മലിക് ഖസ്റൂനി തന്നെ വലിയൊരു ശൈഖുണ്ടായിരുന്നു പഴയ കാലത്ത്. അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖാ. പിന്നെ ശൈഖിന്റെ ബഹുമാനം പറയണ്ടല്ലോ. അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് ശൈഖ് തന്നെ ഉസ്താദ്, ഗുരുനാഥൻ എന്നാണ് അതിന്റെ അർത്ഥം. ശൈഖ് എന്ന് പറയുമ്പോഴേക്ക് പേടിച്ചൊന്നും പോണ്ട. ശൈഖ് എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ, ഉസ്താദ് എന്നാണ് അതിന്റെ അർത്ഥം. അവിടെയാണ് ശൈഖുന കാന്തപുരം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ദേഷ്യം പിടിക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ ഉസ്താദ് എന്ന് അതിന്റെ പേര്. അതിനെന്തിനാ ദേഷ്യം പിടിക്കുന്നു? അതിന് ദേഷ്യം പിടിക്കേണ്ടതില്ല. അറബികളായ ആളുകളൊക്കെ ശൈഖ് അബൂബക്കർ അഹ്മദ് എന്നാണ് ഉസ്താദിനെ വിളിക്കുക. അതിന് ദേഷ്യം പിടിച്ചവരുണ്ട്. ദേഷ്യം പിടിക്കേണ്ടതൊന്നുമില്ല. ദേഷ്യം പിടിക്കേണ്ടതിന് ദേഷ്യം പിടിക്കണം. പിടിക്കേണ്ടാത്തതിന് ദേഷ്യം പിടിക്കുന്നു. ശൈഖ് എന്ന് പറഞ്ഞാൽ ഉസ്താദ് എന്നാണ് അതിന്റെ പേര്. ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ തങ്ങൾ പറഞ്ഞു, മല്ലം യകുൽ ലഹു ശൈഖുൻ ഫഇബ്ലീസു ശൈഖുഹു. ഒരാൾക്കൊരു ഉസ്താദ് ഇല്ലെങ്കിൽ അവന്റെ ഉസ്താദ് ഇബ്ലീസ് ആയിരിക്കും. ഒരു ഉസ്താദ് ഇല്ലെങ്കിൽ അവന്റെ ഉസ്താദ് ഇബ്ലീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉസ്താദുമാരും ശൈഖന്മാരും ഉസ്താദുമാരും. എനിക്ക് മദ്രസ മുതലേ ഉസ്താദുമാരുണ്ട്. മദ്രസയിൽ ഉസ്താദ്, അത് കഴിയുമ്പോൾ ദർസിലെ ഉസ്താദ്, അങ്ങനെ പോയി അവസാനം ഞാൻ മർക്കസ് എന്നാണ് ബിരുദെടുക്കുന്നത്. അപ്പൊ അവസാനം ഉസ്താദ് എ.പി. സാഹിബ്, അതാണ് എന്റെ ശൈഖ്. അപ്പോ ശൈഖ് എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി തന്നെ ഫത്ഹുർ റബ്ബാനിയിൽ വിവരിച്ചിട്ടുണ്ട്. എന്ത്? ഇത്തബി മൻ ഹുവ അഅലമു മിൻക, നിന്നേക്കാളും വേറുള്ള ഒരാളെ, ബിസ്വഹബത്തി മൻ ഹുവ അഅലമു മിൻക, നിന്നേക്കാൾ വേറുള്ള ഒരാളെ സഹവസിച്ചിട്ട് നിന്റെ ജീവിതം ക്രമീകരിക്കണം. അതാണ് ശൈഖ്, ഉസ്താദ്. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ഉസ്താദും ഇല്ലാത്ത ഒരുത്തന്റെ ഉസ്താദ് ഇബ്ലീസ് ആയിരിക്കും. അവിടെ ഉസ്താദ് വേണം. ആ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം ശിഷ്യ നീങ്ങുന്നത്. അപ്പോഴാണ് വിജയം കൈവരിക്കുക എന്ന് ഗൗസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ തങ്ങൾ അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ പറഞ്ഞു.
എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു ഫത്തബിഉൽ ഉലമാ ഫത്തബിഉ ശുയൂഖൽ ഉലമാ ബിൽ കിതാബി വസ്സുന്നഹ്. ഖുർആനും സുന്നത്തുമൊക്കെ നന്നായി അറിയുന്ന ആലിമീങ്ങളെ നിങ്ങൾ ശൈഖന്മാരായി പിന്തുടരണം. ആലിമീങ്ങളെ നിങ്ങൾ ശൈഖന്മാരായി പിന്തുടരണം. ഒരിക്കലും തന്നെ വിവരക്കേട് മുഴുവനും ഫസാദാണ്, നാശമാണ്. അതുകൊണ്ട് ഒരിക്കലും വിവരമില്ലാത്തവരെ നിങ്ങൾ ശൈഖാക്കരുത്, ആലിമീങ്ങളെ ശൈഖായി പിന്തുടരണം എന്ന് ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു നിങ്ങൾ ഫത്ഹുർ റബ്ബാനിയിൽ പറഞ്ഞു. അപ്പോ ഗൗസുൽ ആലമിന്റെ കൂടെ നടക്കുന്ന മരുമകനാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു ശൈഖിനെ കണ്ടു, അതാണ് അബ്ദുൽ മലിക് അൽ ഖസറൂനി തങ്ങൾ. മൂപ്പരെ കണ്ടപ്പോ ആദ്യം തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ റോട്ടുമലേക്ക് തിരിഞ്ഞോക്കിയിട്ട് ഞാൻ പറയണോ. എന്താ ആദ്യം തന്നെ പറഞ്ഞത്? മുൽതഫിത്തുൻ ലാ യസിൽ, തിരിഞ്ഞു നോക്കുന്നവരെ എത്തിച്ചേരൂല. ആദ്യമായിട്ട് പറഞ്ഞ വാക്കാണ് മുൽതഫിത്തുൻ ലാ യസിൽ, തിരിഞ്ഞു നോക്കുന്നവരെ എത്തിച്ചേരൂല. നിങ്ങളൊക്കെ വന്ന് കസേരയിൽ ഇരുന്ന് എന്തിനാ? നിങ്ങളൊരു വിഷയത്തിൽ എത്തിച്ചേരാനാ. അതെന്താണ്? ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ കേൾക്കാനാണ്. അതിലെത്തിച്ചേരൂല. തിരിഞ്ഞോക്കിയാലും മുൽതഫിത്തുൻ ലാ യസിൽ, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. ഇനി ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് അവര് തിരിഞ്ഞു നോക്കിയാലോ അവരരീക്കോട് എത്തൂല, എവിടെയെങ്കിലും പോയി വണ്ടി വിട്ടു. തിരിഞ്ഞു നോക്കുന്നവർ എത്തിച്ചേരൂല. SYS-ൽ പ്രവർത്തിക്കുന്നവരുണ്ട്, അവർ SYS-ന്റെ വേറൊന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാലോ അവരും ഈ സംഘടനയെ പ്രവർത്തിക്കുന്നവർ പിന്നെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരൂല. എല്ലാം അങ്ങനെ തന്നെ. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, രാവിലെ തന്നെ മദ്രസയിലൊന്നും പോകാതെ കളിക്കാൻ പോയാലോ മറ്റൊന്ന് തിരിഞ്ഞു നോക്കിയാലോ അവർ മദ്രസയിലും എത്തിച്ചേരൂല, ഇൽമിലും എത്തിച്ചേരൂല. മുൽതഫിത്തുൽ ലാ യസിൽ, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. വമുശക്കിക്കുൻ ലാ യുഫ്ലിഹ്, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല. ഒരാൾ ഒരു വിഷയത്തിൽ ഉറച്ചു നിന്ന് നീങ്ങുമ്പോ അതിലതാ വെറുതെ സംശയമുണ്ടാക്കുന്നവൻ അവൻ വിജയിക്കൂല. വമുശക്കിക്കുൻ ലാ യുഫ്ലിഹ്, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല. ഇൽമു പറയുന്നവൻ വിജയിക്കൂല എന്നല്ല, വെറുതെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന പുത്തൻവാദികളെ കണ്ടില്ലേ? അവർക്ക് പണി തന്നെ സംശയമുണ്ടാക്കലാണ്, അവര് വിജയിക്കൂല. സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ബോധമില്ലാത്തവന്റെ മുഴുസമയവും നഷ്ടത്തിലാണ്. അഹമ്മദ് അബ്ദുൽ മലിക് അൽ ഖസൂനി തങ്ങൾ നടത്തിയ വസിയത്താണ്. അതുകൊണ്ട് തന്നെ റിഫായിമായി കാണാം തപ്പാതെ അബ്ദുൽ മലിക് അൽ ഖസൂനി താങ്കൾ ഓരോ ചൊല്ലാൽ ഓരാണ്ട് പാർത്തോവറി ഇവണ്ണം അല്ലാഹുപ്പാൻ കരുതിയിട്ട് വണ്ട് കാലം ചുറ്റി നടന്നോവറി. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഉസ്താദിൽ നിന്ന് കേട്ട ആ വാചകം മുൽതഫിത്തുൽ ലാ യസിൽ, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല. സമയം നഷ്ടപ്പെട്ടു പോകുന്നവരെ കുറിച്ച് ബോധമില്ലാത്തവന്റെ മുഴുസമയവും നഷ്ടത്തിലാണെന്ന വാചകം ഒരു കൊല്ലം അതാ പറഞ്ഞു നടന്നിട്ടുണ്ട്. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വേറെ ഒരു തത്വം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതും പിന്നീട് പറഞ്ഞു നടന്നിട്ടുണ്ട്. അതങ്ങനെ 3 കൊല്ലം പ്രത്യേകം അത് മനസ്സിൽ പതിയാൻ വേണ്ടി പറഞ്ഞു നടന്നിട്ടുണ്ട്. അതാണ് തപ്പാതെ അബ്ദുൽ മലിക് അൽ ഖസറൂനി തബറു ചൊല്ലാൻ ഓരാണ്ട് പാർത്തോവറി. അതുകൊണ്ട് തിരിഞ്ഞു നോക്കാനേ പാടില്ല. ഖുത്ബ കേൾക്കുമ്പോ ഖതീബിനെ കൊള്ള തന്നെ നോക്കുക, ഖതീബും തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഖതീബ് മിമ്പറിന്റെ മുമ്പിലുള്ളവരെ തന്നെ നോക്കുക. അങ്ങനെയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്
ഒരു വലിയ മുഅ്ജിസത്ത് നടന്നു. അത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. മുശ്രിക്കീകൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഓ നബിയേ, ഓ മുഹമ്മദേ, നിങ്ങൾ സത്യപ്രവാചകനാണ് എന്നതിനൊരു തെളിവ് കാണിച്ചു തരാമോ? ലോകത്ത് ഏത് പിഴച്ചുപോയ കക്ഷികളും ചോദിക്കുന്ന ചോദ്യമാണ്, തെളിവ് കാണിച്ചു തരാമോ? തെളിവ് തന്നാ സ്വീകരിച്ചോളാമെന്ന് പറയാത്ത ഒരൊറ്റ മുശ്രിക്കുമില്ല. തെളിവ് തന്നാ സ്വീകരിച്ചോളാമെന്ന് പറയാത്ത ഒരു മുജാഹിദുമില്ല, ഒരു ജമാഅത്തുകാരനുമില്ല, ഖാദിയാനിയില്ല, തബ്ലീഗുമില്ല, ഒരു വ്യാജ തരീഖത്തുകാരനുമില്ല, ഒരൊറ്റ മനുഷ്യനുമില്ല. തെളിവ് തന്നാ സ്വീകരിക്കൂല എന്ന് പറയുന്നവരില്ല. അത് മുശ്രിക്കീകളും അങ്ങനെ തന്നെയാണ്. അവർക്ക് കൊടുത്ത തെളിവ് അവർക്ക് മതിയാവൂല. അവര് പറയുന്ന നിലക്കുള്ള തെളിവ് കൊടുക്കണം. അതെല്ലാ പിഴച്ചവരുടെയും സ്വഭാവമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മുഴുവൻ അമ്പിയാക്കളും തെളിവോടുകൂടി തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. മുഅ്ജിസത്ത് എന്ന് പറയുന്ന തെളിവ് കൊടുക്കാതെ ഇവിടെ ഒരു നബിയെയും അല്ലാഹു പറഞ്ഞേച്ചിട്ടില്ല. ആ നബിമാരുടെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ തെളിവ് സഹിതമല്ലാതെ ഒരു വിഷയത്തിലും ഒരു തീരുമാനവും പറയാറില്ല. പക്ഷേ തമ്മിപ്പിക്കുന്നവർ, സംശയിക്കുന്നവരും ഖിയാമത്ത് നാൾ വരെ ലോകത്തുണ്ടാകുന്ന സ്വാഭാവികമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുശ്രിക്കീകൾ വന്ന് ചോദിക്കുന്നു, നിങ്ങൾ ഒരു സാധാരണ മനുഷ്യരല്ല എന്നൊരു തെളിവുണ്ടോ മുഹമ്മദേ? സുബ്ഹാനല്ലാഹ്. 951 ഡിസംബറിലെ പ്രബോധനത്തിലും അതുപോലെ മുജാഹിദിന്റെ ശബാബിലും, അത് മുജാഹിദുകൾ ഭിന്നിക്കുന്നതിന് മുമ്പാണ്, ജമാഅത്തെ ഇസ്ലാമി അതേ ഭിന്നിക്കുന്നതിന് മുമ്പാണ്. എല്ലാവരും ഏകോപിതമായി പറഞ്ഞ ഒരു സംഗതിയാണ്. ഈ അടുത്ത് നമ്മൾ സുന്നി അഫ്കാറിലും അതേ ആശയം തന്നെ വായിക്കേണ്ടി വന്നത്. കഴിഞ്ഞ മാർച്ച് 19 തീയതി സുന്നി അഫ്കാറിൽ നിങ്ങൾ വായിച്ചില്ലേ, മുഹമ്മദ് നബി സാധാരണക്കാരനാണെന്ന് പറയുന്ന ഒരാശയം. ഇത് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാര് പറഞ്ഞ ആശയമാണ്. 951 ഡിസംബറിൽ പറഞ്ഞതാണ്. മുജാഹിദുകൾ മുമ്പ് പറഞ്ഞതാണ്. അത് തന്നെ സുന്നി അഫ്കാർ എന്ന പേരിൽ അതാ ഒരു പത്രമിറക്കിയിട്ട് അതിലും പറയുന്നു, മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നു. ഈ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞിരുന്ന മുശ്രിക്കീകളും നബിതങ്ങൾ സാധാരണക്കാരനാണെന്ന് പറഞ്ഞിരുന്ന മുബ്തദീകളും എല്ലാവരും അതാ സാധാരണക്കാരനല്ല എന്നതിന് തെളിവുണ്ടോ എന്നാണ് ചോദിച്ചിരുന്നത്. അബൂജഹലും ചോദിച്ചത് അത് തന്നെയാണ്, അബൂലഹബും ചോദിച്ചത് അത് തന്നെയാണ്. സാധാരണക്കാരനല്ല എന്നതിന് തെളിവുണ്ടോ എന്നാണ്. ആ തെളിവ് ചോദിക്കാൻ വേണ്ടി വന്ന സുബ്ഹാനല്ലാഹ് മുശ്രിക്കീകൾ ചോദിക്കുന്നു, മുഹമ്മദേ, നിങ്ങളൊരു സാധാരണക്കാരനല്ല എന്നതിന് വല്ല തെളിവും കാണിക്കാമോ? വാസ്തവത്തിൽ ഒരു മുസ്ലിമിനും ആ വിഷയത്തിൽ തർക്കത്തിന് അവകാശമില്ല. കാരണം സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയൂല. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയൂല. മലക്കിനെ കാണാനോ മലക്കിന്റെ ശബ്ദം കേൾക്കാനോ മലക്കുമായി ബന്ധപ്പെടാനോ മലക്കിന്റെ രൂപത്തിൽ വന്നാൽ പരസ്പരം ബന്ധപ്പെടാനോ ഒരു സാധാരണ മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീ കൊണ്ടുവരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാണാറില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് കൊടുക്കുന്ന വഹീന്റെ ശബ്ദം കേൾക്കാറില്ല. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രകൃതിയല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതി. വ്യത്യാസമുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ മുസ്ലിമാണോ അംഗീകരിച്ചോളണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല.
ഇനി നിങ്ങൾ നോക്കൂ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് തർക്കത്തിന് അവകാശമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് തന്നെ പറയുന്നു, ഇന്നീ ലസ്തു മിഥിലക്കും, ഞാൻ നിശ്ചയം നിങ്ങളെപ്പോലെ അല്ല. മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. ഇത് സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അത് പ്രബോധനക്കാരന് വിശ്വസിച്ചുകൂടെ? അത് മുജാഹിദിന് വിശ്വസിച്ചുകൂടെ? അത് സുന്നി അഫ്കാറുകാരന് അംഗീകരിച്ചുകൂടെ? സഹീഹുൽ ബുഖാരിയിലെ ഹദീസല്ലേ? നബിതങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. അത് സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനല്ല എന്നതിന് മുസ്ലിമീങ്ങളോട് തെളിവ് പറയേണ്ടതില്ല. അല്ലാഹുവേ, ഞങ്ങളെ ഈമാൻ തെറ്റിക്കാതെ ഞങ്ങളെ തഖ്വയോടെ ജീവിപ്പിച്ച് ഈമാനോടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. SYS എന്ന് പറയുന്ന സംഘടന ഈമാൻ രക്ഷിക്കാനുള്ള സംഘടനയാണ്. വെറും ആശുപത്രിയിൽ പോയിട്ട് രോഗികളെ സന്ദർശിക്കാനും രോഗികൾക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി മാത്രമുള്ള സംഘടനയല്ല. മരിച്ച വീട്ടിൽ പോകാൻ വേണ്ടി മാത്രമുള്ള സംഘടനയല്ല. അതെല്ലാം നമ്മുടെ സംഘടന പ്രവർത്തന രംഗത്ത് വേണം. നമ്മുടെ ഏറ്റവും പരമോന്നതമായ ലക്ഷ്യം നമ്മുടെ ഈമാൻ രക്ഷിക്കലാണ്. നമ്മൾ നന്നായി ജീവിച്ച് മരിക്കലാണ്. സംശയം വേണ്ട. മഹാനായ താജുൽ ഉലമാ അല്ലാഹുവിലേക്ക് ദറജ വർദ്ധിപ്പിക്കട്ടെ. താജുൽ ഉലമാ അതേ അവസാന ദിവസം രാവിലെ മുതലേ പച്ചപ്പുതപ്പും പുതച്ച് ദിക്ർ ചൊല്ലി കിടക്കുകയാണെന്ന് എന്നോട് പറഞ്ഞത് അതാ കർണാടക ഉടുപ്പിയിലുള്ള ബഷീറാണ്. ബഷീർ കാണാൻ പോയ ഒരു ചെറുപ്പക്കാരനാണ്. ദിക്റല്ലാതെ ഒന്നും സംസാരിക്കുന്നില്ല. അവസാന നിമിഷമായപ്പോൾ ബഹുമാനപ്പെട്ട മകനും തങ്ങളുടെ മടിയിൽ കിടന്നു. ഒരൽപ്പം സംസം വെള്ളം വാങ്ങി കുടിച്ചു. തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങ് ചൊല്ലിക്കൊടുത്തപ്പോൾ അതുവരെ ദിക്ർ ചൊല്ലിക്കിടന്നിരുന്ന താജുൽ ഉലമാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സ്ഫുടമായി ചൊല്ലിയിട്ട് എന്റെ മടിയിൽ വെച്ച് ബാപ്പന്റെ റൂഹ് പോയി ഉസ്താദേ എന്ന് പറഞ്ഞെന്നോട് ഖുറാ തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് ആ താജുൽ ഉലമ എങ്ങനെയാണോ ഈ നാറിയ ദുനിയാവിൽ നിന്ന് ഈ തർക്ക വിതർക്കം നടക്കുന്ന ലോകത്ത് നിന്ന് എങ്ങനെയാണോ വിട്ടുപിരിഞ്ഞത്, അതുപോലെ അല്ലാഹുവേ തങ്ങളവരുടെ പിന്നിൽ അതാ പാറ പോലെ ഉറച്ചു നിന്ന് സേവന രംഗത്തിറങ്ങിയിട്ട് ആരെന്ന് പറഞ്ഞാലും ഞങ്ങൾ പഠിച്ച ഹക്കിന്റെ മേൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ച SYSന്റെ പ്രവർത്തകരെ, SSFന്റെ പ്രവർത്തകരെ, സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി നീ മരിപ്പിക്കണേ അല്ലാഹ്. അതിനുവേണ്ടി തന്നെയാണ് SYSന്റെ പ്രവർത്തനം, അതിനുവേണ്ടി തന്നെയാണ് SSFന്റെ പ്രവർത്തനം. ആ പ്രവർത്തന രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോ നമുക്ക് അല്ലാഹു കൽപ്പിച്ച സംഗതി തന്നെയാണ്. നേരത്തെ പ്രതിജ്ഞയിൽ പറഞ്ഞതുപോലെ അതേ രോഗികളെ ശുശ്രൂഷിക്കലും സഹായിക്കലും സന്ദർശിക്കലും ചികിത്സിക്കലും മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ നായ രോഗമുള്ള നായക്ക് കഴുകിയിട്ട് മരുന്ന് വെച്ചു കൊടുത്തു ചരിത്രത്തിലില്ലേ? അതേ മഹാന്മാരെ വഴി തന്നെയാണത്, സാലിഹീകളെ വഴി തന്നെയാണത്. അത് നമ്മൾ പിന്തുടരേണ്ടത് തന്നെ. പക്ഷേ നമ്മുടെ മർമ്മപ്രധാനമായ ലക്ഷ്യം നമ്മുടെ ഈമാൻ രക്ഷപ്പെടലാണ്. ഹബീബായ നബി തങ്ങൾ സാധാരണക്കാരനാണെന്ന് പഠിപ്പിക്കുന്ന മുബത്തദീകളുടെ കൂടാണെന്നപ്പോൾ സുന്നിയുടെ പേരിലുള്ളവരുടെയും ഈമാൻ തെറ്റുന്ന വചനങ്ങൾ അവരെ പത്രത്തിൽ എഴുതി പഠിപ്പിക്കാൻ തുടങ്ങിയില്ലേ? പടച്ചറബ് തെറ്റിത്തിരിച്ചു പോയവരുടെ തെറ്റിദ്ധാരണകൾ തിരുത്തി സുന്നത്ത് ജമാഅത്തിന്റെ പിന്നിൽ അണിനിരക്കാൻ അവർക്കും തൗഫീഖ് നൽകട്ടെ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല.
ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു ഹദീസ്. അതിലൊരു അധ്യായം കാണുന്നു സഹീഹുൽ ബുഖാരിയിൽ. ബാബു സുആലിൽ മുശ്രിക്കീന ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുരിയഹും ആയ. മുശ്രിക്കീകൾ വന്നിട്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, ഒരു തെളിവ് കാണിച്ചു തരണേ മുഹമ്മദേ, നിങ്ങളൊരു സാധാരണ മനുഷ്യരല്ല എന്നതിന് ഒരു തെളിവ് കാണിച്ചു തരണേ മുഹമ്മദേ. അത് പറഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങൾ എന്നെ പോലെയല്ല, നിങ്ങളെ പോലെയല്ല, അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം മാത്രം നീങ്ങുന്ന മഹാനാണ്. ജീവിതത്തിൽ ഒരാപാകത സംഭവിച്ചിട്ടില്ല, ലോക ജീവിതത്തിൽ ഒരു പിഴവും പറ്റിയിട്ടില്ല. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, സാഹിബുക്കും അന്നജിബു തന്നെയാണ് സത്യം. നബി തങ്ങൾ ഒരിക്കലും പിഴച്ചിട്ടില്ല, പിഴക്കൂല. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ പറയാൻ സമയമില്ല. നീണ്ട പ്രസംഗം കേൾക്കുന്നവർക്കൊക്കെ CD ഉണ്ട്. അതിലൊരു CD-യാണ് എന്തിനു ശരിയാകണം. അത് ഞാൻ ഒതായി എന്ന് പ്രസംഗിച്ചത്. ഒതായി എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പെണ്ണുങ്ങൾ പള്ളിയിൽ പ്രവേശിക്കണം. ഒതായി സഹാബത്തിന്റെ കാലത്ത്, റസൂൽ സല്ലല്ലാഹുവിന്റെ കാലത്ത് ഇസ്ലാം മതം വന്നു. കേരളത്തിലെ ആദ്യമായിട്ട് പെണ്ണുങ്ങൾ പോയത് ഒതായി 1950. അവിടുന്ന് പ്രസംഗിച്ചതാണ്. 30 കൊല്ലം മുമ്പ് ഞങ്ങൾ അവിടെ പ്രസംഗിക്കാൻ പോയിരുന്നു. ഞാൻ SSF ആയിരുന്ന കാലത്ത്. പക്ഷേ പേരോടിനെ ഇവിടെ കാലുകുത്താൻ വിടൂല എന്നെ അവിടുത്തെ മുക്തതികൾ വിദേഹത്തുകാർ തലകുത്തിയിട്ട് പ്രസംഗിക്കുന്നത് എനിക്കിട്ട് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോയി. കാലുകുത്താൻ വിടൂല, പിന്നെ തലകുത്തി പ്രസംഗിക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് മടങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം നാടായ ജന്മനാടായ മക്കയിലേക്ക് ഉംറ ചെയ്യാൻ പോയപ്പോ ഇഹ്റാം കെട്ടിയിട്ട് പോയതാ. ഇവിടെ കാലുകുത്താൻ വിടൂല എന്നെ അവിടുത്തെ മുശ്രിക്കുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ചർച്ച ചെയ്തിട്ട് അടുത്ത കൊല്ലം വരാന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. എനിക്കെന്താ മടങ്ങുന്നത്? സ്വന്തം ജന്മനാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇഹ്റാം കെട്ടിപ്പോയത് കൊണ്ട് തഹല്ലുലാകണം. അതിനുവേണ്ടി അവിടുത്തെ മുടി കളഞ്ഞിട്ടുണ്ട്. മുടി കളഞ്ഞപ്പോഴോ, അവിടുത്തെ മുടി കളഞ്ഞാൽ നമ്മളെ മുടി പോലല്ല, അത് ഷഹർ മുബാറക്കാണ്, വലിയ ബർക്കത്തുള്ള മുടിയാണ്. അതുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ടില്ല. അത് സഹാബത്തിന് വിതരണം ചെയ്തിട്ടുണ്ട്. ആ വിതരണം ചെയ്ത മുടി സഹാബത്ത് വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്നുവരെയുള്ള ഉമ്മത്തിന് അവർ കൈമാറി കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് ലോകത്ത് പല സ്ഥലത്തും സൂക്ഷിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ മർക്കസിലുണ്ട്, പല സ്ഥലത്തും സൂക്ഷിച്ചിട്ടുണ്ട്. ചിലര് ചോദിക്കുന്നതിന് സനതുണ്ടോ? അത് ലോകത്തുള്ള ഒറ്റ മുടിക്കും അതാ ബുഖാരിന്റെ സനത് പോലത്തെ സനതുള്ള മുടി ലോകത്തൊരൊറ്റ സ്ഥലത്തും ഇല്ല. പിന്നെയോ ചിലര് പറഞ്ഞത് അത് പറ്റൂല, മർക്കസിലുള്ളതിന് മാത്രം സനത് ചോദിക്കല നമ്മളെ ഡ്യൂട്ടി. ഞങ്ങളെ ഡ്യൂട്ടി അങ്ങനല്ല. ഞങ്ങളെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മർക്കസിന് മാത്രം ഒരു മതനിയമമില്ല, നിയമം എല്ലാത്തിനും ഒരുപോലെയാണെന്ന് വിശ്വസിക്കുന്നവരാ നമ്മളെ ഇസ്ലാം. അങ്ങനെ ഒരു സ്ഥാപനത്തിന് മാത്രം ഒരു മതനിയമം അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് വിശ്വാസമില്ല. ശരിക്കട്ടെ, ഇപ്പൊ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്ക് പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട്. ഓരോ സമയത്ത് പറയേണ്ട പോലെയല്ലേ പറയേണ്ടത്, പറയേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅരി അവിടുന്ന് വിതരണം ചെയ്തു, സഹാബത്ത് സൂക്ഷിച്ചു. അത് ഇന്നുവരെയുള്ള ഉമ്മത്തിൽ ബർക്കത്തിന് വേണ്ടി കൊടുത്തു. നബിതങ്ങൾ തഹല്ലുലായത് മക്കയെ കടക്കാതെയാ. ഞാനും ഒതായി പ്രസംഗിക്കാൻ പോയി, ഞാനും തഹല്ലുലായി. അത് അരീക്കോട്ടുന്ന മുടി കളഞ്ഞിട്ടില്ല, പ്രസംഗിച്ചിട്ടാ. അരീക്കോട്ടിൽ ഞാൻ പ്രസംഗിച്ചു. കാരണം ഞാൻ ഇറാൻ കെട്ടിയത് പ്രസംഗിക്കാനാണ്, അല്ലാതെ ഉംറക്കല്ല. അതുകൊണ്ട് പ്രസംഗിച്ചിട്ട് തഹല്ലുലായി. ഇവിടുന്ന് അരീക്കോട്ട്. പക്ഷേ 30 കൊല്ലത്തോളം SYS-ഉം SS-ഉം പ്രവർത്തിച്ചു. ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ അൽഹംദുലില്ലാഹ് ഓതായി പോയി പ്രസംഗിച്ചു. ഓരൊറ്റ മുജാഹിദിനും എതിർപ്പില്ല. എല്ലാവരും പ്രസംഗം കേട്ടു. ആ പ്രസംഗമാണ് എന്തിനു സുന്നിയാകണം. ഒരു മുജാഹിദിനെയും ചീത്ത പറഞ്ഞിട്ടില്ല, ഒരു ജമാഅത്ത് എന്നെയും ചീത്ത പറഞ്ഞാൽ നമ്മളെ നടപടിയല്ല. നമ്മളൊരാളെയും ചീത്ത പറയൂല, ഇൻസൾട്ട് ആക്കില്ല, അത് നമ്മളെ നടപടിയല്ല. ഞാൻ കുറ്റ്യാടി ചെല്ലുന്ന സമയത്ത് അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ലായിട്ട് 11 മഹല്ല് സുന്നികൾക്ക് പള്ളിയും മദ്രസയില്ല. ഇപ്പൊ അവിടെ ഒക്കെ പള്ളിയും മദ്രസയുണ്ട്. ചീത്ത പറഞ്ഞിട്ടുണ്ടാക്കിയതല്ല, തെളിവ് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്. എല്ലാവർക്കും തെളിവ് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് അവിടെ സുന്നത്ത് ജമാഅത്ത് ഉണ്ടാക്കിയത്. അപ്പൊ സുന്നത്ത് ജമാഅത്ത് പറയാന്ന് പറഞ്ഞാൽ കുറെ തമാശ പറഞ്ഞ് പരിഹസിക്കലല്ല, കുറെ ചീത്ത പറയലല്ല, തെറി പറയലല്ല, ഇൻസൾട്ട് ആക്കലല്ല, തെളിവ് പറയലാണ്. തെളിവ് അല്ലാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമിങ്ങളുടെ കിതാബുമാണ്. അതിങ്ങനെ പറഞ്ഞു കൊടുക്കാനാണ്. അൽഹംദുലില്ലാഹ്. ആ സീഡുണ്ട്. വേറൊരു സീഡുണ്ട്, സുൽത്താന്റെ തരീഖത്തും നബിയുടെ സുന്നത്തും സുൽത്താന്റെ തരീഖത്തും. അത് ആലിം എന്ന് പ്രസംഗിച്ചതാ. കാരണം
കാരണം സുബ്ഹാനല്ലാഹ്, സുൽത്താൻ എന്ന ഒരാള് ചിലപ്പോ നിങ്ങൾക്ക് കാണാം ഖുതുബുസ്സമാൻ മഞ്ചേരിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും നോട്ടീസ്. ഖുതുബുസ്സമാൻ എന്നല്ല, പാവം വിവരമില്ലാത്തൊരു മനുഷ്യനാ. അയാളെ കുറച്ച് മൊയ്യാന്മാർ കൂടി പറ്റിച്ചതാ. അതിന് ഉത്തരവാദി മൊയ്യാന്മാരാ. അവരെല്ലാരും കൂടി പറ്റിച്ചതാണ്. അദ്ദേഹത്തിന്റെ കൂടെയും നമ്മൾ പെട്ടുപോകരുത്. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുക്കൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗമാണ്. സഹോദരന്മാരെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അല്ലാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കണം. അപ്പൊ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിഴക്കൂലാണ് ഖുർആൻ. പക്ഷേ ഞാൻ ഒതായി എന്ന് പറഞ്ഞു 2010 ജൂലൈയിലെ അൽമനാറിന്റെ മുജാഹിദിന്റെ അതിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ മുഹമ്മദ് നബിയെ അല്ലാഹു ആക്ഷേപിക്കുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്ന് വരെ നമ്മൾ കേട്ടത് മഹാന്മാരായ ആലിമീങ്ങൾക്ക് പിഴച്ചു എന്നാണ്. മഹാനായ കാന്തപുരം ഉസ്താദിന് പിഴച്ചു, ഉള്ളാള തങ്ങൾക്ക് പിഴച്ചു, കന്യത്ത് ഉസ്താദിന് പിഴച്ചു, ഇങ്ങനെ ആലിമീങ്ങൾക്ക് പിഴച്ചു എന്നാണ് ഇന്ന് വരെ പുത്തൻവാദികൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അവര് പറയുന്നത് എന്താണ്? ആലിമീങ്ങൾക്ക് പിഴച്ചൂന്ന് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒന്നടങ്കം പിഴച്ചൂന്ന് മാത്രമല്ല. കാരണം ഇവിടെയുള്ള മുജാഹിദിനെ സംബന്ധിച്ച് തീരുമാനം പറഞ്ഞത്, ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് തീരുമാനം പറഞ്ഞത്, വ്യാജ തരീഖത്തുകളെ സംബന്ധിച്ച് തീരുമാനം പറഞ്ഞത്, അതേ ആത്മീയത പ്രകടിപ്പിച്ചുകൊണ്ട് അതാ പലപ്പോഴും സത്യമല്ലാത്ത വഴിയിലേക്ക് ജനങ്ങളെ തിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോ എല്ലാ തീരുമാനങ്ങളും പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഈ സുൽത്താനെ പറ്റിയും തീരുമാനം പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ചിലര് ചോദിച്ചിട്ടുണ്ട്, സുൽത്താനെ വിളിച്ച് വിചാരണ ചെയ്തിട്ടുണ്ടോ? സുൽത്താനുമായി ചർച്ച ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പണ്ഡിതന്മാർക്കൊരു തീരുമാനം പറയാൻ ഒരു സുൽത്താനെയും വിളിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. മറിച്ച് അവർക്ക് ബോധ്യപ്പെട്ടാൽ മതി. അതുകൊണ്ട് തന്നെ ആലുവ സുൽത്താൻ എന്ന പേര് ഖുതുബുസ്സമാനാണെന്നും പറഞ്ഞ് നടക്കുന്ന സുൽത്താൻ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് നമ്മുടെ പണ്ഡിത സഭ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ച് വിചാരണ ചെയ്തിട്ടില്ല. അങ്ങനെ വിചാരണയുടെ ആവശ്യമില്ല. ഒരു മനുഷ്യന് പിഴവ് പറ്റിയെന്ന് പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ പിഴവ് പറ്റിയെന്ന് ബോധ്യപ്പെടണമെന്നില്ല, അയാളുടെ കൂടെ സാധാരണക്കാർ പോയി നീങ്ങിയാൽ അവര് പിഴച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ പണ്ഡിതന്മാർക്ക് തീരുമാനമെടുക്കേണ്ടി വരും. അയാൾ പിഴച്ചാലും ശരി, പിഴച്ചില്ലെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ കൂടെ പോയാൽ ജനങ്ങൾ പിഴച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെട്ടാൽ വിട്ടു നിൽക്കണമെന്ന് തീരുമാനമെടുക്കേണ്ടി വരും. അത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അങ്ങനെ പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ മുജാഹിദിനെ കുറിച്ച് തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അതേ ജമാഅത്തിനെ കുറിച്ച് തീരുമാനം പറഞ്ഞിട്ടുണ്ട്. വ്യാജ തരീഖത്തുകളെ കുറിച്ച് തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ മുജാഹിദ് പറഞ്ഞു കന്യത്ത് മുശ്രിക്കാണെന്ന് പറഞ്ഞു, ഈ കെ ഉസ്താദ് മുശ്രിക്കാണെന്ന് പറഞ്ഞു, കാന്തപുരം ഉസ്താദ് മുശ്രിക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ സർവ്വ ആലിമീങ്ങളെയും മുശ്രിക്കീങ്ങളായി അവര് പ്രഖ്യാപിച്ചു. ഈ അടുത്ത് ജീവൻ പോയ ഒരു മൗലവിയുണ്ട്, AP അബ്ദുൽ ഖാദിർ മൗലവി എന്നാണ് പേര്. ഇന്നാ ലില്ലാഹി സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ പണ്ഡിതനും അതാ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് സ്നേഹിക്കൂല, ബഹുമാനിക്കൂല. കാരണം അദ്ദേഹം പറഞ്ഞത് സമസ്തയിലെ പണ്ഡിതന്മാര് മുഴുവനും മുശ്രിക്കീകളാണെന്നാണ്. പക്ഷേ അവര് മുശ്രിക്കീകളാണെന്ന് സമ്മതിക്കാത്ത മുശ്രിക്കീകളാണ്. പിന്നെ അയാള് പറഞ്ഞു അതേ അവര് സമസ്തയിലെ പണ്ഡിതന്മാര് മുശ്രിക്കീകളാണെങ്കിലും അവര് ഫുൾ ടൈം മുശ്രിക്കീകളാണ്, ഫുൾ ടൈം മുശ്രിക്കീകളാണ്. അബൂജഹൽ ഹാഫ് ടൈം മുശ്രിക്കാണ്. എന്താ അബ്ദുൽ ഖാദിർ മൗലവി പറഞ്ഞത്? അബ്ദുൽ ഖാദിർ മൗലവി പറഞ്ഞു കടലിൽ തിരമാലയിൽ കുടുങ്ങുമ്പോ
കപ്പലിൽ നിന്ന് അബൂജഹൽ അള്ളാനെ വിളിക്കല്. ഇവര് സമസ്തക്കാര് കപ്പലിൽ കുടുങ്ങിയാലും മുഹീദ്ദീൻ ശൈഖിനെയും ബദരീകളെയും റസൂലുള്ളാഹിനെയും വിളിക്കും. അതുകൊണ്ട് ഇവര് ഫുൾ ടൈം മുശ്രിക്കാണ്. അതേ സമയത്ത് അബൂജഹൽ ഹാഫ് ടൈം മുശ്രിക്കാണ്. ഇങ്ങനെ സമസ്തയിലെ പണ്ഡിതന്മാർ പാണക്കാട് പുക്കോയ തങ്ങളും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും മലപ്പുറം സയ്യിദ് അഹ്മദ് യഹാബ് തങ്ങളടക്കം എല്ലാ തങ്ങന്മാരും കന്യത്ത് ഉസ്താദും വി.കെ. ഉസ്താദും കാന്തപുരം ഉസ്താദും ഒക്കെ മുശ്രിക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരു മൗലവി കഴിഞ്ഞ ആഴ്ച ജീവൻ പോയ വിവരം നിങ്ങൾ അറിയുമല്ലോ. നമ്മളാരും മയ്യിത്ത് സ്വീകരിക്കാൻ പോയിട്ടില്ല, നമ്മളാരും മയ്യിത്ത് സന്ദർശിക്കാൻ പോയിട്ടില്ല. കാരണം നമ്മൾ മുസ്ലിമാണെന്ന് വിശ്വസിക്കാത്ത ഒരാളുടെ മയ്യിത്ത് സന്ദർശിക്കാൻ പോവുകയോ അദ്ദേഹത്തിനെ ബഹുമാനിക്കുകയോ ചെയ്യാൻ ഇസ്ലാമിന് വകുപ്പില്ല. പണ്ഡിതന്മാർക്ക് തീരെ വകുപ്പില്ല. ആലിമീങ്ങളായി നടന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ ദീൻ നശിച്ചു പോകും. അവിടെ ആര് തൃപ്തിപ്പെടുമെന്നോ, ആര് ഇഷ്ടപ്പെടുമെന്നോ, ആരെ തൃപ്തിപ്പെടുത്തണമെന്നോ ചിന്തിക്കുന്നതിന് പകരം മഹാനായ ശാഫിഈ ഇമാം തങ്ങളെ വസിയ്യത്ത് ഇന്നക ലാ തഖ്ദിറു അൻ തുർദിയ അന്നാസ കുല്ലഹും ഫാസിലിഹ് മാ ബൈനക വ ബൈനല്ലാഹി സുമ്മ ലാ തുബാരി ബിന്നാസ്. മോനെ, എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിയൂല. നിന്റെയും അല്ലാഹുവിന്റെയും ഇടയ്ക്കുള്ള കാര്യം നന്നാക്കി വെച്ചോളണം. പിന്നെ ജനങ്ങൾ നിന്റെ മദ്ഹ് പറഞ്ഞാൽ നീ പൊങ്ങണ്ട. നീ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ തക്ബീർ ചൊല്ലുമ്പോ, അല്ലെങ്കിൽ കൈയടിക്കുമ്പോ, അല്ലെങ്കിൽ ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോ, ജനങ്ങൾ വന്ന് കൈപിടിച്ച് ചുംബിക്കുമ്പോ ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കണ്ട. അതേ സമയത്ത് നിന്നെ ഒരാൾ ഇൻസൾട്ടാക്കി സംസാരിക്കുമ്പോ അയാൾ അങ്ങനെ എന്നെ പറഞ്ഞല്ലോ എന്ന ഒരു വേദനയും നിനക്ക് വേണ്ട. കാരണം ഇവിടെ കൊടുക്കുന്ന രാജാവൊന്നാണ്, തടയുന്ന രാജാവൊന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക്. അല്ലാഹുവിനല്ലാതെ അധികാരമില്ല. ആ അധികാരമുള്ള രാജാവിന്റെ തൃപ്തി മാത്രം നീ കാംക്ഷിച്ചു, വേറെയുള്ളവരുടെ തൃപ്തിയൊന്നും നീ നോക്കണ്ട. ശാഫിഈ ഇമാം തങ്ങളുടെ ഉപദേശമാണ്. കൊടുവള്ളി ടൗണിൽ വെച്ച് ഏകദേശം ഒരു 23 കൊല്ലം മുമ്പ് വിനീതനായ ഞാൻ പ്രസംഗിക്കുമ്പോ ഉരുളൻ കല്ലുകൾ വന്നിങ്ങനെ വീഴുകയാണ്. നല്ല ഉരുളൻ കല്ല് പല പണ്ഡിതന്മാരുടെയും മുഅല്ലിമീങ്ങളുടെയും തലയിൽ നിന്ന് രക്തമിങ്ങനെ പമ്പ് ചെയ്യുന്ന ഞാൻ സ്റ്റേജിൽ നിന്ന് കാണുകയാണ്. സ്റ്റേജിലും കല്ല് വന്ന് വീഴുകയാണ്. അന്ന് ഞാൻ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയ ഒരു പദ്യം അവിടെ വെച്ച് ചൊല്ലി. അത് തന്നെ ഞാൻ ഇവിടെയും ചൊല്ലട്ടെ. മോനെ, ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകും. നീ ഒരു കാര്യം ചെയ്യണം, ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകും. ആ കാലങ്ങളിൽ പലതും ഇവിടെ സംഭവിക്കും. ഇവിടെ ഏത് പ്രശ്നം വന്നാലും നീ ആൺകുട്ടിയായി മുന്നോട്ട് നീങ്ങിക്കോളണം. ഹക്കായി തുറന്ന് പറഞ്ഞോളണം. ഹക്കിന് വേണ്ടി നിലക്കൊണ്ടോളണം. ഹക്ക് ഈ ലോകത്ത് പ്രചരിപ്പിച്ചോളണം. നീ ആൺകുട്ടിയായി നിലനിൽക്കണം. പ്രശ്നങ്ങളിൽ ധീരതയോടെ മുന്നോട്ട് നീങ്ങിക്കൊള്ളണം. നീ അതേ സമയത്ത് നിന്റെ വ്യക്തിപരമായ വിഷയം വരുമ്പോ വിട്ടുവീഴ്ച ചെയ്യുന്നവനാകണം. കടുംപിടുത്തക്കാരനാകരുത്, വാശിക്കാരനാകരുത്. അല്ലാഹുവിന്റെ ദീന് നീ മുറുകെ പിടിച്ചോളണം. അതേസമയത്ത് വ്യക്തിപരമായി ഒരാൾ ചീത്ത പറഞ്ഞാൽ പൊരുത്തപ്പെട്ടോളണം. ഒരാൾ കല്ലെറിഞ്ഞാൽ പൊരുത്തപ്പെടാനുള്ള മനസ്സുണ്ടാകണം.
മനസ്സുണ്ടാകണം. ഒരാളത് നിന്നെ ഇൻസൾട്ടാക്കിയാൽ പൊരുത്തപ്പെടാൻ കഴിയണം. നീ വിട്ടുവീഴ്ച ഉള്ളവനാകണം. വൽവഫാഉ, നീയും പടച്ചവനും തമ്മിൽ ഒരു കരാറുണ്ട്. ആ കരാറ് വീട്ടുന്നവനാകണം. ജനങ്ങളുമായി നിനക്കൊരു കരാറുണ്ട്. ആ കരാറ് വീട്ടുന്നവനാകണം. OSYSന്റെ പ്രവർത്തകരെ, പ്രതിജ്ഞ കൈനീട്ടി ചൊല്ലിയാൽ പോരാ, നമ്മൾ ആ കരാറ് വീട്ടുന്നവരാകണം. SYSന്റെ പ്രവർത്തകരെ, ഞങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ, അതിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുത്താൽ, ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ എന്താണോ പ്രഖ്യാപിക്കുന്നത്, എന്താണോ ഉപദേശിക്കുന്നത്, എന്താണോ നിർദ്ദേശിക്കുന്നത്, എന്താണോ തീരുമാനം പ്രഖ്യാപിക്കുന്നത്, അത് നമ്മൾ മുറുകെ പിടിച്ചോളണം. ഇല്ലെങ്കിലോ കരാറ് കിട്ടിയവരല്ല. കരാറ് വീട്ടാതിരിക്കുകയെന്നത് മുനാഫിഖിന്റെ ലക്ഷണമായി നബി തങ്ങൾ പറഞ്ഞതാണ്. അതേ ആയത്തുൽ മുനാഫിഖ്, കപട വിശ്വാസിയുടെ ലക്ഷണം ഒരു ഹദീസിൽ 3 പറഞ്ഞു. ഒന്നിൽ അതിനേക്കാൾ കൂടുതലും റിവായത്തുണ്ട്. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ച കള്ളം പറയും, സംസാരിച്ചാൽ കള്ളം പറയും. വിശ്വസിച്ചാൽ വഞ്ചിക്കും. അതുപോലെ വാക്ക് പറഞ്ഞാൽ ലംഘിക്കും. അതേ അതുപോലെ തന്നെ അവനവൻ ഇഷ്ടപ്പെടാത്ത വല്ലതും പറഞ്ഞാൽ അവൻ പിന്നെ തോന്നിവാസം പറയും. അത് മുനാഫിഖിന്റെ ലക്ഷണമാണ്. അവനവൻ ഇഷ്ടപ്പെടാത്തത് വല്ലതും പറഞ്ഞാൽ പിന്നെ തോന്നിവാസം പറയും. അത് മുനാഫിഖിന്റെ ലക്ഷണമാണ്. ഈ ലക്ഷണങ്ങളൊന്നും ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകാൻ പാടില്ല. SYSന്റെ പ്രവർത്തകർക്കുണ്ടാകാൻ പാടില്ല. SSFന്റെ പ്രവർത്തകർക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ തങ്ങൾ പറയുന്നു, വേറെ ആരുടെയും തൃപ്തിയല്ല നീ ചിന്തിക്കേണ്ടത്, അല്ലാഹുവിന്റെ തൃപ്തി ചിന്തിച്ചുകൊണ്ട് നീ ആൺകുട്ടിയായി പ്രവർത്തിച്ചു. പ്രശ്നങ്ങളെ നീ ധൈര്യപൂർവം നീ നേരിട്ടോ. അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കണം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ പോകാം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുശ്രിക്കീകൾ വന്ന് പറയാണ്, ഒരു തെളിവ് കാണിച്ചുകൊണ്ടാ മുഹമ്മദേ, ഈ സാധാരണക്കാരനല്ല എന്നൊരു തെളിവ് കാണിച്ചുകൊണ്ടുവാ. ഇന്നാലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിഴച്ചുപോയി. മുജാഹിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴവ് പറ്റിയത് മുജാഹിദ് എങ്ങനെ പറഞ്ഞിരുന്നത്? സമസ്തന്റെ ആലിമിലേക്ക് പിഴവ് പറ്റിയതായിരുന്നു. ഇപ്പൊ റസൂലുള്ളാഹിക്ക് പിഴച്ചു 2010 ജൂലൈ. അങ്ങനെയാണ് ആലിമീങ്ങളെ നിന്ദിച്ചു പറഞ്ഞാൽ അവസാനം ഈമാൻ നഷ്ടപ്പെടാൻ യാതൊന്നും വേറെ വേണ്ട. കാരണം ആലിമീങ്ങളുടെ മാംസം അത് നഞ്ഞുള്ളതാണ്. ആ നഞ്ഞ് വലിയ വിഷയമാണ്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ മഹാന്മാര് പറഞ്ഞത്, ലാ തഗ്തബന്ന ഹദൻ ഫളൻ ലിൽമാ വലൗ ബിസവിൽ ലിമാ ഫീ ലഹ്മിഹിം യൂഫൂ. മോനെ, നീ ഒരാളെയും കുറ്റം പറയണ്ട. വ്യക്തിപരമായി ഒരാളെയും നീ കുറ്റം പറയണ്ട, ഗീബത്ത് പറയണ്ട. ഫളുലന്നലിൽ ഉലമാ, ആലിമീങ്ങളെ നീ തീരെ കുറ്റം പറയണ്ട. ലിമാ ഫീ ലഹ്മിഹിം യുഅ്സു, പണ്ഡിതന്മാരെ മാംസത്തിലും നഞ്ഞുണ്ട്. ആ നഞ്ഞ് നിന്റെ ഈമാൻ നഷ്ടപ്പെടുന്ന നഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഇന്ന ഫൈദാ മാ കുൻത തഅകുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫു. അറിയാതെയാണ് നഞ്ഞ് വയറ്റിലാക്കുന്നതെങ്കിലും, അറിയാതെയാണ് വിഷം വയറ്റിലാകുന്നതെങ്കിലും അതുകൊണ്ട് ശരീരം നശിക്കൂലേ? ഇതുപോലെ നിന്റെ ആത്മീയമായ ചൈതന്യം ഈമാനിലൂടെയല്ലേ? ആ ഈമാൻ നശിപ്പിക്കുന്ന നഞ്ഞാണ് പണ്ഡിതന്മാരെ മാംസത്തിലുള്ളത്. അത് നീ കൊത്തി വലിച്ചാൽ നിന്റെ ഈമാന് പോയി പോകും കേട്ടോ. അതേ
പണ്ഡിതന്മാര് പിഴച്ചു എന്ന് പറഞ്ഞവർ ഇപ്പൊ ഹബീബായ നബിതങ്ങൾ പിഴച്ചു എന്ന് മുജാഹിദ് എഴുതിയില്ലേ? സുബ്ഹാനല്ലാഹ്. ജമാഅത്തുകാരെ കൂടെ കൂട്ടുചേർന്ന്, മുജാഹിദിന്റെ കൂടെ കൂട്ടുചേർന്ന് നിങ്ങളെ ഈ പ്രദേശത്ത്, കൊടിയത്തൂർ എന്ന പ്രദേശത്ത് അതാ ഖാദിയാനികളുമായി മുബാഹല നടത്തിയിട്ട് ആ മുബാഹലയുടെ ഫലം 6 മാസത്തിനകം കാണുമെന്ന് അതാ ചന്ദ്രികാ പത്രത്തിൽ ലേഖനമെഴുതിയപ്പോ അതേ നമ്മുടെ സംഘടന അല്ലാത്ത മറ്റേ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി അന്ന് പ്രവർത്തിച്ചിരുന്ന പ്രഗത്ഭനായ പണ്ഡിതനടക്കം എല്ലാവരും ഈ മുബാഹലക്ക് അനുകൂലമാണെന്ന് ചന്ദ്രികയിൽ എഴുതിയിട്ട് ഞാൻ തെളിവ് സഹിതമേ പറയാറുള്ളൂ ഏത് കാര്യവും. അതുകൊണ്ടാണ് ഞാൻ പത്രം പറഞ്ഞത്. ചന്ദ്രികയിൽ എഴുതിയിട്ട് 6 മാസത്തിനടക്കം ഖാദിയാനി നശിക്കുമെന്നും അവർക്ക് അപകടം പറ്റുമെന്നും വ്യക്തമായി എഴുതിയ ചന്ദ്രിക ഞാനിന്നോ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ സമസ്തയുടെ നേതാക്കളായ മഹാനായ താജുൽ ഉലമയും ഖമറുൽ ഉലമയും അന്ന് നിങ്ങളെ നാട്ടിൽ വന്ന് പ്രഖ്യാപിച്ചു, ഈ മുബാഹല ഇത് ഇസ്ലാമികമല്ല. ഇരിക്കട്ടെ, 6 മാസം കഴിഞ്ഞിട്ട് മുബാഹല കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് ആ മുബാഹലയിൽ പങ്കെടുത്ത ഒരു ഖാദിയാനിക്ക് ഒരു ചെറിയ നഖം പോലും, ഒരു ചെന്നിക്കുത്ത് പോലും ഉണ്ടായില്ല. ഇപ്പുറത്തുള്ള 5 മനുഷ്യത്തെ ഇസ്ലാമിക്കൊന്നും സംഭവിച്ചില്ല. അപ്പോഴതാ യുക്തിവാദികൾ, നിരീശ്വരവാദികള് അവര് രംഗത്ത് വന്നു. ദേശാഭിമാനി പത്രത്തിലതാ യുക്തിവാദിയുടെ ലേഖനം എല്ലാവരും കൊട്ടും കുരവയുമായി കൊടിയത്തൂരിൽ നടത്തിയ ആ മുബാഹലയിൽ 6 മാസമാണ് ദൈവത്തിന് അവധി കൊടുത്തത്. 6 മാസം കഴിഞ്ഞിട്ട് ദൈവം ഇന്നുവരെ പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവം ജീവിച്ചിരിപ്പില്ലെന്ന് ബോധ്യപ്പെട്ടു എന്ന് ദേശാഭിമാനിയിൽ യുക്തിവാദിയെ കൊണ്ട് ലേഖനമെഴുതിച്ചവരല്ലേ മുഴുവൻ പുത്തൻവാദികളും. ആ പുത്തൻവാദികളെ കൂടെ ചേർന്ന് ഇന്നേവരെ ഞാൻ കാര്യം പല സ്റ്റേജിലും ചോദിച്ചിട്ട് SYS-നെതിരെ, സമസ്തക്കെതിരെ, പണ്ഡിതന്മാർക്കെതിരെ പലരും പ്രസംഗിച്ചിട്ട് ഇന്നേ വരെ ഇതിനാധികാരികമായ ഒരു മറുപടി ജമാഅത്തുകാര് തന്നോ, മുജാഹിദ് തന്നോ, അവരെ കൂടെ പോയി കൂടിയവര് തന്നോ? ഇത് തന്നെയാണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്. അതേ വല്ലവനും പുത്തൻവാദിയായാൽ അല്ലെങ്കിൽ പുത്തൻവാദിക്കൊത്താശ ചെയ്യുന്നവരായാൽ അവന്റെ കൂടെ നടന്നാൽ അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, മലക്കുകളുടെ ലഅനത്തുണ്ട്, സർവമഹാന്മാരുടെ ലഅനത്തുമുണ്ട്. ബുഖാരിയിൽ ആവർത്തിച്ച് വന്ന ഹദീസാണത്. അത്തരക്കാരുടെ ഒരു ഫർദോ സുന്നത്തോ ആയ ഒരൊറ്റ അമലും അല്ലാഹു സ്വീകരിക്കൂല. എത്ര സുന്നത്ത് സ്കെച്ചിട്ടും കാര്യമില്ല, എത്ര സുന്നത്ത് നോമ്പെടുത്തിട്ടും കാര്യമില്ല, എന്തിലേക്കും കാര്യമില്ല. സുന്നത്ത് ജമാഅത്തിൽ പുറത്തു പോയാൽ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിക്കൊത്താശ നൽകിയാൽ, അവന്റെ കൂടെ നടന്നാൽ, മതരംഗത്ത് അവന്റെ കൂടെ നടന്നാൽ, അവനെ ബഹുമാനിച്ചാൽ, അവനെ സ്നേഹിച്ചാൽ, അവന് അത് അനുകൂലമായി നീങ്ങിയാൽ, അവനെ മഹത്വവൽക്കരിച്ചാൽ, അവന് വലിയ മഹത്വമുണ്ടെന്ന് പറഞ്ഞാൽ, ഓ സുഹൃത്തുക്കളെ, മൻ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയെ ബഹുമാനിക്കുന്നവൻ ഇസ്ലാം പൊളിക്കുന്നതിന് സഹായിച്ചവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നന്നായി മനസ്സിലാക്കണം, നമ്മളെ ഈമാനാണ് നമുക്ക് വലുത്. ആ ഈമാൻ രക്ഷപ്പെടുത്തി ജീവിക്കണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, പറഞ്ഞ വിഷയം ഒന്ന് പൂർത്തീകരിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തെളിവ് കാണിച്ചു തരൂ എന്ന് മുശ്രിക്കീകൾ പറഞ്ഞപ്പോ ആ മുശ്രിക്കീകളോട് പറഞ്ഞു, നോക്കൂ, മേൽപോട്ട് നോക്കൂ. ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ ചന്ദ്രനെ പിളർത്തിയെന്ന് കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അത് കണ്ടപ്പോൾ മുശ്രിക്കീകളൊക്കെ വിശ്വസിച്ചു. ഇല്ല, തെളിവ് കിട്ടിയിട്ടും വിശ്വസിച്ചിട്ടില്ല.
വ്യക്തമായ തെളിവ് കാണിച്ചു കൊടുത്തു. പക്ഷേ മുശ്രിക്കീങ്ങളിൽ പലരും വിശ്വസിച്ചില്ല. ഇതിനു സംബന്ധിച്ച് ബുഖാരിയിലുള്ള അധ്യായമാണ് ബാബു സുആലിൽ മുശ്രിക്കീന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുരിയഹും ആയാ ഫറാഹും ബിൻസിഖാഖൽ ഖമർ. തെളിവ് ചോദിച്ചപ്പോൾ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. എന്നിട്ടും വിശ്വസിച്ചില്ല മുശ്രിക്കീകൾ പലരും. പക്ഷേ അന്ന് ആ ചന്ദ്രനെ പിളർത്തിയത് കണ്ടിരുന്ന മഹാന്മാർ അവര് സിലൂഡിലേക്ക് പോകുമ്പോൾ കപ്പലിറങ്ങിയതാണ് നമ്മുടെ കേരളത്തിൽ. അവരെയാണ് പെരുമാൾ രാജാവ് കണ്ടുമുട്ടിയത്. ആ പെരുമാൾ രാജാവിനോട് നബിതങ്ങളുടെ ഈ മുഅ്ജിസത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ മഹാനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് പെരുമാൾ രാജാവ് അറേബ്യയിലേക്ക് പോകാനൊരുങ്ങിയപ്പോഴാണ് ഇഞ്ചി കളപ്പിച്ച് തീപ്പയിലാക്കി നബിതങ്ങൾക്ക് ഹദിയ കൊണ്ട് കൊടുത്തത്. ആ മഹാനായ പെരുമാൾ രാജാവിന്റെ കാലം മുതലേ ഇസ്ലാം ദീന് വന്ന നാടാണ് നമ്മുടെ കേരളം. ഈ കേരളത്തിൽ മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോവുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൊന്നാനിപ്പള്ളി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയതല്ല. നാദാപുരം പള്ളി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയതല്ല. നമ്മളെ ഒരു മഹല്ലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയതല്ല. അതൊക്കെ നമ്മളെ മുൻഗാമികളായ മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ മഹല്ലുകളാണ്. ആ മഹല്ലിലുള്ള പള്ളികൾ അതെല്ലാം നമ്മളെ മുൻഗാമികൾ നിർമ്മിച്ചുണ്ടാക്കിയതാണ്. മദ്രസകൾ നമ്മുടെ മുൻഗാമികൾ നിർമ്മിച്ചുണ്ടാക്കിയതാണ്. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ പുത്തൻവാദികൾ വന്നു. അവര് സംഘടന ഉണ്ടാക്കിയപ്പോ അതിനെ സംഘടന കൊണ്ട് തന്നെ നേരിടേണ്ടതുണ്ടെന്ന് ഇവിടെയുള്ള പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് മഹാനായ മർഹൂം വരക്കൽ മുല്ലക്കാട് തങ്ങൾ നബ്ബറല്ലാഹു മർഖദഹു, പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു തുടങ്ങിയ പണ്ഡിതന്മാര് സടകുടം എഴുന്നേറ്റ് ഒരു പണ്ഡിത സഭ വേണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിവരിക്കുമ്പോ അതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ പറഞ്ഞത് തന്നെ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്തുക, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ എതിർക്കുക, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കുക, നിയമപരമായ മാർഗത്തിലൂടെ തീവ്രവാദമില്ലാതെ ഭീകരവാദമില്ലാതെ വർഗീയവാദമില്ലാതെ പരിശുദ്ധ ഇസ്ലാം ഇവിടെ നിലനിർത്തുക. അതിനുവേണ്ടി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുക. അതിനുവേണ്ടി അതാ വേണ്ടതൊക്കെയും അപ്പോൾ ചെയ്യുക. ഈ ഉദ്ദേശ ലക്ഷ്യത്തോടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടു. ആ മഹത്തായ സംഘടന ഇവിടെ വന്ന എല്ലാ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും വിശദമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ സമസ്ത ഒരു തീരുമാനമെടുത്താൽ, പണ്ഡിതന്മാർ ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കും. എന്റെ ബാപ്പയെ ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു, അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. എന്റെ ബാപ്പ ഒരു സാധാരണക്കാരനാണ്. ഞാനൊരു സാധാരണക്കാരന്റെ കുടുംബത്തിൽ ജനിച്ചവനാണ്. ഞാനൊരു പണ്ഡിത തറവാട്ടിൽ ജനിച്ചവനല്ല. പക്ഷേ എന്റെ ബാപ്പയോട് എനിക്കുള്ള കടപ്പാട് തീരൂല. എന്റെ ബാപ്പ എന്നെ കച്ചവടത്തിനേക്കാതെ എന്നെ പള്ളി ദുരുസിലേക്ക് പറഞ്ഞേത്തു. റബ്ബ് ബാപ്പയുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ. എനിക്ക് അൽഹംദുലില്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഒരു പ്രയാസവും ജീവിതത്തിൽ അല്ലാഹു അന്നും തന്നിട്ടില്ല, ഇന്നും തന്നിട്ടില്ല. അൽഹംദുലില്ലാഹ് ബാപ്പ ദർസിലേച്ചു. അതിന്റെ പേരിൽ നിങ്ങളുടെ ഒക്കെ ദുആ കിട്ടാൻ ഒരു ചെറിയ കാരണം അല്ലാഹു തആല തന്നു. അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ദുആ ചെയ്യാൻ അല്ലാഹു അവസരം തന്നു. ബാപ്പയോടുള്ള കടപ്പാട് തീരൂല. ഇരിക്കട്ടെ, ആ ബാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതാ വടകരയിൽ സമസ്തയുടെ ഒരു വലിയ സമ്മേളനം നടക്കുന്നു. അന്ന് സുബ്ഹാനല്ലാഹ് 10,000 ഇരിക്കാനുള്ള പന്തൽ നിർമ്മിച്ചിരിക്കുന്നു. അവിടെ വലിയ വലിയ പണ്ഡിതന്മാർ വന്നു
വന്നിരിക്കുന്നു. ബാപ്പ പറയാൻ എന്താ കാരണം? കറൻസി നോട്ട് ഇറങ്ങിയ കാലത്ത് അതാ മുമ്പ് വെള്ളിയുടെ നാണയമായിരുന്നു, വെള്ളി ഉറുപ്പിക. അതിന് പകരം കറൻസി നോട്ട് വന്നിരിക്കുന്നു, കടലാസിന്റെ നോട്ട് വന്നിരിക്കുന്നു. അത് സൂക്ഷിച്ചവന് സക്കാത്ത് കൊടുക്കണോ വേണ്ടേ? ഞങ്ങളെ നാദാപുരത്തൊരു വലിയ ആലിമ് പറഞ്ഞു സക്കാത്ത് കൊടുക്കണ്ട. പറഞ്ഞങ്ങളെ ആലിമാണ്, മഹാനാണ്. അദ്ദേഹം പറഞ്ഞു, വലിയ കർമ്മശാസ്ത്രം അറിയുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു സക്കാത്ത് കൊടുക്കണ്ട. അദ്ദേഹത്തിന്റെ മകനിന്ന് എ ക്ലാസ് മുജാഹിദാണ്. പക്ഷെ അദ്ദേഹം വലിയൊരു മഹാനായ പണ്ഡിതനായിരുന്നു. മകൻ മുജാഹിദായപ്പോ അതിന് ബാപ്പ ഉത്തരവാദിയല്ലല്ലോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു മകൻ പഴിച്ചു പോയിട്ടുണ്ട്. അത് നൂഹ് നബി അലൈഹി സ്വലാം ഉത്തരവാദിയല്ലല്ലോ. ഇരിക്കട്ടെ സഹോദരന്മാരെ, അതാ ആ പണ്ഡിതൻ പറഞ്ഞു സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ച നടന്നു. അന്നാണ് സമസ്ത കേരള ജമിയത്തുകളുടെ സമ്മേളനം വടകരയിൽ നടക്കുന്നു. ബാപ്പ എന്നോട് പറഞ്ഞു, ആ സ്റ്റേജിൽ വെച്ച് ആലിമീങ്ങൾ അതാ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? നോട്ടിന് സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറയുന്ന വല്ല പണ്ഡിതന്മാരുമുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം. സുബ്ഹാനല്ലാഹ്, അന്ന് നോട്ടിന് സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറയുന്ന പണ്ഡിതനെന്ന് സദസ്സിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ബാപ്പ എന്നോട് പറയാണ്. ഇരിക്കട്ടെ, അദ്ദേഹം ചെന്നില്ല. അദ്ദേഹം ചെല്ലാതിരുന്നപ്പോ ആലിമീങ്ങൾ സ്റ്റേജ് ബന്ധു ഉറക്കെ വിളിച്ചു പറഞ്ഞു, നോട്ടിന് സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറയുന്ന ഇന്ന ഒരു മുസ്ലിയാര് നാദാപുരത്തുണ്ട്. അയാൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ പണ്ഡിതന്മാരെ മുന്നിലേക്ക് വരണം. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം വന്നില്ല. പണ്ഡിതന്മാര് ഒത്തൊരുമിച്ചൊരു തീരുമാനമെടുക്കുകയാണ്. കറൻസി നോട്ട് സൂക്ഷിച്ചവൻ സക്കാത്ത് കൊടുക്കണം. തീരുമാനമെടുത്തു കഴിഞ്ഞു. എന്നിട്ട് എന്റെ ബാപ്പ എന്നോട് പറഞ്ഞു, ഇനി ഏതെങ്കിലും ഒറ്റപ്പെട്ട മുസ്ലിയാര് പറഞ്ഞാലും നമ്മക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂല. കാരണം സമസ്തന്റെ ആലിമീങ്ങൾ ഒന്നടങ്കം പറഞ്ഞുപോയി കൊടുക്കണമെന്ന്. നമ്മക്ക് ആ ആലിമീങ്ങൾ പറഞ്ഞതിന്റെ അപ്പുറം വേറെ ഒരു തീരുമാനമില്ല. എന്റെ ബാപ്പ കണക്ക് വെച്ച് സക്കാത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭൂപരിഷ്കരണ നിയമം വന്നു. അങ്ങനെ ജന്മിമാരെ സ്വത്തൊക്കെ നഷ്ടപ്പെട്ടുപോയി. കുടിയാന്മാര് സ്വത്തൊക്കെ കൈവശത്തിലാക്കി. ഞാൻ താമസിക്കുന്ന പറമ്പ് 2 ഏക്കറുണ്ട്. അവിടെ വാപ്പ നിർമ്മിച്ച വീടുമുണ്ട്. ആ ഏക്കർ ഭൂമി, 2 ഏക്കർ ഭൂമി, അതിന്റെ ജന്മിയായ വേറൊരാളുണ്ട്. അദ്ദേഹം തൊട്ടടുത്ത വീട്ടുകാരനാണ്. ഗവൺമെന്റ് നിയമം പാസാക്കി ജന്മിമാർക്ക് ഇനി പുറപ്പാട് കൊടുക്കണ്ട, ഒരു 5 പൈസയും കൊടുക്കണ്ട, അതിനൊക്കെ പട്ടയം ഗവൺമെന്റ് തരും. എന്റെ ബാപ്പ അതിന്റെ നേരെ തൊട്ടടുത്ത വീട്ടിലൊരു മൂസഹാജിയുണ്ട്. മൂസഹാജിയുടെ വീട്ടിലേക്ക് അതാ ജന്മിയായ ചടയൻകുട്ടിക്കാന്ന് പറഞ്ഞ ആളെ വിളിപ്പിച്ചു. അദ്ദേഹം അവിടെ വന്നു, ഞാൻ കാണുകയാണ്. എന്നിട്ട് ബാപ്പാതാ പറയുന്നു, മൂസഹാജി ഇദ്ദേഹത്തിന്റെ പറമ്പാണ്, 2 ഏക്കർ ഭൂമി, അദ്ദേഹം ജന്മിയാണ്, ഞാൻ പുറപ്പാട് കൊടുക്കുന്നവനാണ്. ഗവൺമെന്റ് തലത്തില് നമുക്ക് ആ പറമ്പ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം പൊരുത്തപ്പെടാതെ എനിക്കും മക്കൾക്കും വേണ്ട. അതുകൊണ്ട് ഇദ്ദേഹം പൊരുത്തപ്പെട്ട് തരാൻ നിങ്ങൾ പറയണം. അതിന് അദ്ദേഹത്തിന് എന്ത് സംഖ്യ വേണം ഞാൻ കൊടുത്തോളാം. അവിടുന്ന് മൂസഹാജി മധ്യസ്ഥം പറഞ്ഞ് സംഖ്യ നിശ്ചയിച്ച് അത് കൊടുത്തിട്ടേ എന്റെ ബാപ്പ ആ പറമ്പിൽ ഞങ്ങളെ താമസിപ്പിച്ചിട്ടുള്ളൂ. ആ ബാപ്പ ആലിമീങ്ങളെ കുറിച്ച് കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സഹോദരന്മാരെ, ആ ബാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്ന പല സംഗതികളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, ഞാൻ ഓതിപ്പടിക്കുന്ന കാലത്ത് എന്നോട് ബാപ്പ പറഞ്ഞു, മോനെ നീ ആലിമീങ്ങളെ മറികടന്നൊന്നും പറയരുത് കേട്ടോ. ഞാൻ പറഞ്ഞു, ഇല്ല പറയൂല. എന്റെ ബാപ്പ എന്നോട് പറഞ്ഞു. ഞാനങ്ങനെ പറയാൻ കാരണം എനിക്കൊരു ചരിത്രം അറിയാം. എന്താ ചരിത്രോ? ബാപ്പ പറഞ്ഞു, നീ ഞാൻ പഠിക്കാൻ വേണ്ടി ഒരു ചരിത്രം പറയാം. ഒരു കഥയാ, ഉള്ളോ ഇല്ലാത്തോളോ എനിക്കറിയില്ല. ബാപ്പ പറഞ്ഞു, എന്താ പറയുക? കഥയാണ്. കഥയാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഹദീസൊന്നുമല്ല. ഒരു സനതൊന്നും ചോദിക്കണ്ട. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണ് സുന്നി അഫ്കാറിലുണ്ട്. ഒരു സഹിയായ സനദുൽ ഹദീസിലുമില്ല, വൈഫായ സനദുൽ ഹദീസിലുമില്ല. റസൂൽ സാധാരണക്കാരാണ്. ബറക്കത്തിനാ സനദ് വേണ്ടപ്പോ ഹദീസിന് സനദ് വേണം. റസൂലിനെ പറ്റി ഞങ്ങൾക്ക് തോന്നിയാസം പറഞ്ഞ സനദ് വേണം. ഇങ്ങനത്തെ ഒരു സനദുമില്ല. തോന്നിയാസം പറയാൻ സനദ് ഉണ്ടാവില്ല എന്ന് ഉറപ്പില്ലാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ചിന്തിക്കണം. ബാപ്പ എന്നോട് പറഞ്ഞു, ഒരു കന്നുകാലി കച്ചവടക്കാരനുണ്ടായിരുന്നു, ഒരു പ്രായമുള്ള ആളാ.
അത് കന്നാലി കച്ചവടം ചെയ്ത് എല്ലാം കൊണ്ടുപോയി ചന്തയിൽ വിറ്റ് പൈസ ഒക്കെ കെട്ടാക്കിയിട്ട് ഇങ്ങനെ പോകുമ്പോ ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ. ചായ കുടിച്ച് ഇറങ്ങി പോരുമ്പോ കേസ് കൊടുത്തു. ആ കേസ് കൊടുത്തപ്പോ ഈ സഞ്ചിയിൽ പൈസ മുഴുവനുണ്ട്. ആ സഞ്ചി അവിടെ മേശേമ്പൽ വെച്ച് എടുക്കാൻ മറന്നുപോയി. ഇയാള് പോയി സുബ്ഹാനല്ലാഹ് കുറെ അപ്പുറത്തെത്തി. ആ ഓർമ്മയായി. ഇന്നത്തതുപോലെ സൈക്കിൾ പോലും കാറിനതും പോലെ കാലല്ല, കുറെ അപ്പുറത്തെ നടന്നു വരണോ. അയാളെങ്ങനല്ലോ ഓടിപ്പിടിച്ച് വന്ന് ആ കോടാനും കഴിയുന്നില്ല. കാരണം ആകെ സ്വത്ത് മുഴുവനും ആ മേശയിൽ വെച്ചിട്ടുണ്ട്. വന്നിങ്ങ് കയറി ഉടനെ തന്നെ മോനെ എന്നൊരൊറ്റ വിളിയാ. കേസിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാ. ഓ ആ ബേജാറാണ്ട, പൈസ ഇവിടെ ഉണ്ട്. ഉടനെ ഈ ചെറുപ്പക്കാരൻ കേസങ്ങ് കൊടുത്തു. അപ്പൊ ഇയാൾ ഈ വയസ്സുള്ള ആള് ചോദിച്ചു, മോൻ കിതാബ് ഓതിയോന്ന്? ഇല്ലാന്ന്. മോൻ ഓതണ്ടേന്ന്. ബാപ്പ എന്നെ പഠിക്കുന്നത് ഒരു ചരിത്രം. മോൻ ഓതണ്ടേന്ന്. അതെന്താ നിങ്ങൾക്ക് ഇത്ര ഒരു ഉപകാരം ചെയ്യാം? ഓതണോന്നല്ല എന്നോട് പറയേണ്ടത്. പറഞ്ഞു അത് ഞാൻ അങ്ങനെ പറയാൻ കാരണോ, നിന്നെ കണ്ടുനോക്കുമ്പോ നീ ഒരു സാമ്പത്തികമായിട്ട് ശേഷിയുള്ള ഒരു കച്ചവടക്കാരന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നീ കിതാബ് ഓതാൻ പോയാല് നീ കൂടുതൽ ഓതൂല, കുറച്ചോതി നിർത്തിക്കളിയൂന്ന് എനിക്കൊരു പേടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ നീ ഓതണ്ട. കാരണം എന്താ, നീ കുറച്ച് ഓതിയാല് നീ ആ കിതാബിൽ ചിലപ്പോ കാണും ഒരാളുടെ സാധനം വീണ് കിട്ടിയാൽ അദ്ദേഹത്തോട് അടയാളം ചോദിക്കണം, എന്നിട്ട് തെളിവ് കിട്ടണം. അയാളുടേതാണെന്ന് തെളിവ് കിട്ടാതെ കൊടുക്കാൻ പാടില്ല. നീ കുറച്ചോതിയാ നീ കിതാബ് കാണും. അപ്പൊ നീ എന്ത് ചെയ്യും? അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, നിങ്ങളെ സഞ്ചിന്റെ കളർ എന്താണ്, അതിലുള്ള പൈസന്റെ എണ്ണം എത്രയാണ് എന്നൊക്കെ ചോദിച്ചാൽ ഈ ബേജാറ് എന്നെ കൊണ്ട് പറയാനാവില്ല. ഈ ബേജാറൊന്നും പറയാൻ എന്നെ കൊണ്ടാവൂല. അതേ സമയത്ത് നീ പഠിച്ചൊരു വലിയ ആലിമാണെങ്കിലോ ഒരു പ്രശ്നമില്ല, ബോധ്യപ്പെട്ടാ പറയാ, തെളിവിന്റെ ആവശ്യമില്ല എന്നത്. നീ വലിയ ആലിമായാൽ നിനക്ക് മനസ്സിലാവും. അത് പിന്നെ തെളിവ് ചോദിക്കേണ്ടതില്ല, വിചാരണ ചെയ്യേണ്ടതില്ല എന്നത് വലിയ ആലിമായാൽ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നീ വലിയ ആലിമാവും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാ നീ ഓതണ്ടാന്നല്ലോ. ഓതാതിരുന്നാ നീ മര്യാദക്കുണ്ടാവുമല്ലോ. എന്റെ ബോധ്യപ്പെട്ടെങ്കിൽ തരുമല്ലോ. അതുകൊണ്ട് അരവയിലാണ്ടാണ് വിചാരിച്ചു പറഞ്ഞതാ എന്ന് ബാപ്പ എന്നോട് നീ ഓട്ട് കിടക്ക് നിർത്തിക്കളയരുത് എന്നതാണ് എന്നോട് വസിയത്ത് ചെയ്തത്. ആ ബാപ്പ പഠിപ്പിച്ച കുറെ മസാല എന്റെ കയ്യിലുണ്ട്. ആ ബാപ്പ പഠിപ്പിച്ച കുറെ തത്വങ്ങളും എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ പലപ്പോഴും പയറ്റലുണ്ട്. ബാപ്പ പറഞ്ഞ ഒരു വിഷയമാണ്, കടലിൽ എറിയുമ്പോൾ എണ്ണീറ്റെറിയണോ. കടലിലാണ് എറിയുന്നെങ്കിൽ എണ്ണീറ്റെറിഞ്ഞ് നമുക്കൊരു കാഴ്ചപ്പാട് വേണം, അല്ലാതെ എറിയാൻ പാടില്ല. ആ ബാപ്പ എന്നെ ഒരു ദിവസം ശാസിച്ചിട്ടുണ്ട്. ശാസിച്ചതെന്തിനാണെന്നോ, ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പൊ നല്ല കടകടാന്ന് പറയുന്ന ഒരു ഉറുപ്പിന്റെ നോട്ട് കിട്ടി. എന്താണ്, ആരും ഉപയോഗിച്ചില്ല, പുതിയ നോട്ട്, കടകട. അപ്പൊ ഞാൻ മെല്ലെ ഒന്ന് പിടിച്ച് മണത്തി നോട്ട്. അന്നത്തതുപോലെ ബാപ്പന്റെ ശകാരം കിട്ടിയ വേറൊരു ദിവസം അത്ര ദുനിയാവിനെ സ്നേഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ആ ബാപ്പയുടെ ശിക്ഷണം എനിക്ക് വലിയ ഫലം നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പല ഉസ്താദുമാരെയും പോയി കണ്ടു, പഠിച്ചു. അതിൽ എന്നെ ദീനീ രംഗത്ത് എനിക്ക് വലിയ ആത്മീയത പകർന്നു തന്നൊരു ഉസ്താദുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ പുല്ലൂക്കര ഉസ്താദ്. ആ ഉസ്താദ് ജീവിതത്തിൽ കല്യാണം കഴിച്ചിട്ടില്ല, മക്കളില്ല, സമയം മുഴുവനും ദിക്റിലാണ്, ഔറാദിലാണ്, സലാത്തിലാണ്, ഇൽമു പറയലാണ്, ഇൽമു പഠിപ്പിക്കലാണ്. ഒരിക്കലും ശമ്പളം ചോദിച്ചിട്ടില്ല. ശമ്പളം കിട്ടാനും ഇല്ലെങ്കിലും അവിടുത്തെ സേവനത്തിലാണ്. ആ മഹാനായ പുല്ലൂക്കര ഉസ്താദിന്റെ ഒരുപാട് കറാമത്തുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, വേറെയും പലരും അനുഭവിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പിളർപ്പ് വന്നപ്പോ പുല്ലൂക്കര ഉസ്താദിന്റെ നാട്ടിലൊരു സമ്മേളനം. മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദുണ്ട്, ചിത്താരി ഉസ്താദുണ്ട്. പുല്ലൂക്കര ഉസ്താദ് സംഘടനയുടെ ആളല്ല. പുല്ലൂക്കര ഉസ്താദ് സ്റ്റേജിന്മേൽ വന്നു. വന്നിട്ട് പറഞ്ഞു, ഈ AP എന്റെ ജൂനിയറാണ് വെല്ലൂരിൽ. ഞങ്ങൾക്ക് AP-യോട് വലിയ സ്നേഹമായിരുന്നു. കാരണം മൂപ്പര പരിപാടി ഏതെങ്കിലും ഒരാൾ വെല്ലൂർ ആശുപത്രിയിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ AP-നെയും കൂട്ടിയിട്ടാ പോകാം. ഉസ്താദിന്റെ ഭാഷ കേട്ടോ, എന്റെ ഭാഷയല്ല. ക്ലിപ്പിങ്ങിന്റെ കാല. അതുകൊണ്ട് നാളെ ആരെങ്കിലും പകുതി കട്ട് ചെയ്തിട്ട് പേരോട് AP-ന്ന് വിളിച്ചാൽ ഒന്നും പറയണ്ട. സഹോദരന്മാരെ, ഉസ്താദിന്റെ ഭാഷയാണ്. ഉസ്താദ് പറയാണ്, AP-നെയും കൂട്ടിയിട്ടാ ഞങ്ങൾ ആരും ആശുപത്രിയിൽ പോവാ. കാരണം മൂപ്പരെയും കൂട്ടി പോയാൽ എല്ലാം എളുപ്പമാവും. മൂപ്പർക്ക് അങ്ങനെ ഒരു ശക്തിയുള്ള കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വേലൂർ പഠിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിട്ട് ഉസ്താദ് പറയാണ്, പലരും എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ AP-ന്റെ കൂടെയാണോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ AP-ന്റെ കൂടെ അല്ല. പക്ഷെ എനിക്ക് മനസ്സിലായി AP എന്റെ കൂടെയാണ്.
അതെന്താ ഉസ്താദ് പറയാണ്, ഞാൻ പണ്ടേ ഉസ്താദുമാരെന്ന് പഠിച്ചതും ഞാൻ കിതാബ് കണ്ടതും മുജാഹിദിന് സലാം പറയണ്ട, മുജാഹിദ് സലാം പറഞ്ഞാൽ മറക്കണ്ട, അവന് കല്യാണം കഴിച്ചു വെക്കണ്ട, അവൻ മരിച്ചാ പോണ്ട, അവന് വൈദ്യുതെടുക്കാൻ പോണ്ട എന്നൊക്കെയാണ് ഞാൻ കിതാബിൽ ഓതിപ്പടിച്ചതും ഇമാമികളൊക്കെ പഠിപ്പിച്ചതും നമ്മൾ ഉസ്താദുമാര് പഠിപ്പിച്ചു. അത് തന്നെ എ പിയും പറയുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എ പി എന്നോടിയാണെന്ന് മനസ്സിലായല്ല, ഞാൻ എ പിന്നോട് കൂടിയതല്ല, അത് എന്റെ ഉസ്താദിന്റെ പ്രസംഗം. ആ ഉസ്താദ് എന്നോട് ഞങ്ങളോട് ഒരു ദിവസം പറഞ്ഞു, എന്താ പറഞ്ഞതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, പള്ളി പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളാണ്, ഫത്ഹുൽ മുനാഫിഖൊക്കെയാണ് ഞാൻ ഓതുന്നത്. അന്നൊരു ദിവസം ആരോ കുട്ടികൾ ജമാഅത്തിന് വരാൻ കുറച്ച് വൈകിപ്പോയി. ഉസ്താദ് സമയാതിന് മുമ്പ് തന്നെ കൊടുക്കും. അപ്പൊ ജമാഅത്തിന് വരാൻ വൈകിപ്പോയി. അവർ 4 റക്അത്തും കിട്ടിയിട്ടില്ല. അപ്പൊ ഉസ്താദ് എല്ലാ കുട്ടികളും ഒരുമിച്ച് കൂടിയിട്ട് ഞാൻ വലിയ അത്ഭുതത്തിലാണ്. എന്താ അത്ഭുതം അറിയോ? ഈ കുളത്തിൽ ധാരാളം വെള്ളമുണ്ട്, ഇത് കുറെ തവളകൾ അവിടെ ചത്തു കിടക്കുന്നു. ഞാൻ ചോദിച്ചു, ഇത്ര തവള ചത്തത് വെള്ളം കിട്ടായിട്ടാണ് എന്ന് പറഞ്ഞു. പിന്നെ അങ്ങ് മനസ്സിലായി പള്ളി താമസിക്കുന്ന മുത്തഅല്ലിമുകൾ ജമാഅത്തിനെത്തായിട്ട് പറഞ്ഞതാ, കുളത്തിന്റെ പക്കത്തുള്ള തവളകൾ വെള്ളം കിട്ടാതെ ചത്തുപോയി. ആ ഉസ്താദ് ഒരു ദിവസം പറഞ്ഞു, മക്കളെ, ആലിമീങ്ങൾ ചീത്തയായാൽ സാധാരണക്കാര് ചീത്തയായതുപോലെയല്ല, അതുകൊണ്ട് ആലിമീങ്ങൾ ഒരിക്കലും ചീത്തയാകരുത്. സാധാരണക്കാര് ചീത്തയായാൽ ചക്ക കെട്ടതുപോലെയാണ്. ചക്ക കെട്ടാൽ അതിന്റെ ഒരു ഭാഗം ചെത്തിയിട്ടൊരു ഭാഗം തിന്നാനുണ്ടാകും. ആലിമീങ്ങൾ ചീത്തയായാൽ മുട്ട കെട്ടതുപോലെയാണ്. മുട്ട കെട്ടാൽ വളരെ ദൂരെ കൊണ്ടെറിയലല്ലാതെ നിർവാഹമില്ല. ഫാത്തിയോതി തുടങ്ങിയിട്ട് ഗീബത്ത് കൊണ്ട് ഗീബത്ത് പറഞ്ഞിട്ട് സലാത്തിൽ നിർത്തുന്ന സ്റ്റേജ് കാണാറില്ലേ നിങ്ങൾ? ഇന്നാലില്ല, മുട്ട കെട്ടാൽ അങ്ങനെയാണ്, ചക്ക കെട്ടാൻ അങ്ങനെയല്ല. എന്നിട്ട് സാധാരണക്കാര് പറയാണ്, ഇൽമൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ എന്ന് സാധാരണക്കാര് പറഞ്ഞു പോകേണ്ട ഗതികേടുണ്ടാവുകയാണ്. SYSന്റെ പ്രവർത്തകരെ, നമ്മളെ ഒരു വേദിയിലും ചീത്ത പറയരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഫസാദ് പറയരുത്, വ്യക്തിപരമായി ആക്ഷേപിക്കരുത്. നമ്മൾ അല്ലാഹുവിന്റെ ദീന് പറയണം. അല്ലാഹുവിന്റെ ദീന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? നമ്മൾ സാധാരണക്കാരല്ലേ? ഞാനൊരു സാധാരണക്കാരനാണ്, ഞാൻ പണ്ഡിതനല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. എന്റെ ഉസ്താദുമാരെ ആലിമീങ്ങളാണ്. ഇന്ന് ലോകത്തറിയപ്പെടുന്ന പ്രഗത്ഭനായ മഹാനായ പണ്ഡിതനാണ്. അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ സമസ്ത കേരള ജമീഅത്തുൽ ഉലമയിൽ നിങ്ങൾക്കറിയാം, ഒതുക്കുങ്കൽ സുലൈമാൻ ഉസ്താദ് അവറുകൾ വലിയ പ്രഗത്ഭനായ ആലിമാണ്. എത്രയോ അഹ്സനികളായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ ശിഷ്യന്മാരായി ഇറങ്ങുകയാണ്. അതുപോലെ കോട്ടൂർ കുഞ്ഞുമുസ്ലിം പന്മള ഉസ്താദ് അടക്കം മഹാനവറുകളുടെ ശിഷ്യനാണ്, വലിയ പണ്ഡിതനാണ്. അതുപോലെ അലി മുസ്ലിയാർ വലിയ ആലിമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ AP മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ, അല്ലാഹു തആല അവർക്കൊക്കെ ദീർഘായുസ്സും ഹിമ്മത്തും തൗഫീഖും ഏറ്റിക്കൊടുക്കട്ടെ. അവരൊക്കെ നിഷ്കളങ്കരായ പണ്ഡിതന്മാരാണ്. ഞാനിപ്പോൾ വരുന്ന സമയത്ത് ഞാനൊരു ചെറിയ കാര്യം ചെയ്യേണ്ടി വന്നു. AP മുഹമ്മദ് മുസ്ലിയാർ അവരുടെ മകൻ, അതേ അൻവർ സഖാഫി സിറാജുൽ ഹുദയിൽ പഠിച്ച ഒരു കുട്ടിയാണ്. ഇപ്പോൾ അദ്ദേഹം ചെറുപ്പക്കാരനാണ്, പണ്ഡിതനാണ്. അൽഹംദുലില്ലാഹ്, അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിങ്ങളെ തൊട്ടടുത്ത് അൽഖമറിൽ എന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഞാനവിടെ കരുവമ്പയില് അവിടെയുള്ള നമ്മുടെ പ്രവർത്തകന്മാരായ ഹുസൈൻ ഹാജി മുതൽ റഷീദ് ഹാജി വരെ, അതേ 5 ആൺമക്കളും 5 പെൺമക്കളുമുള്ള ഒരു പെണ്ണ്, അതേ ഖദീജ ജുമ്മ ഇന്നലെ മരണപ്പെട്ടുപോയി. എനിക്കവിടെ പോകാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ SYSന്റെ ICFന്റെ സജീവ പ്രവർത്തകനാണ്. അജ്മാനിൽ നമ്മുടെ റഷീദ് ഹാജി സിറാജുൽ ഹുദയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്. ഞാൻ വരുന്ന വരവിൽ അവിടെ ഒന്ന് കയറി ഒരു ചെറിയ യാസീനോദി ദുആ നടത്തി. അപ്പോൾ അൻവർ സഖാഫി, AP മുഹമ്മദ് മുസ്ലിയാരുടെ മകൻ അൻവർ സഖാഫി എവിടെയുണ്ട്? ഉസ്താദേ, എന്റെ ദർസിൽ പുതുതായി വന്ന മീസാനോന്ന കുട്ടികൾക്ക് ഉസ്താദൊന്ന് തുടങ്ങിത്തരണം. മഗ്രിബ് അവിടുന്ന് നിസ്കരിച്ചാൽ
നിസ്കരിച്ചാൽ നിസ്കരിച്ച സദസ്സൊന്ന് തുടങ്ങി തന്നാ മതി എന്നെന്നോട് ആ ചെറുപ്പക്കാരനായ ഈ അൻവർ സഖാഫി പറഞ്ഞപ്പോ അദ്ദേഹം തന്നെ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം എവിടെയോ പോകുമ്പോ ഉസ്താദാണ് കുട്ടികൾക്ക് തുടങ്ങി തന്നത്. ഇക്കൊല്ലം ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് എവിടെങ്കിലും പോകുമ്പോ നമുക്ക് ഉസ്താദിനെ കിട്ടും, ഉസ്താദിനെ കൊണ്ട് തുടങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തുടങ്ങി തരണം. നിങ്ങളോട് സമ്മതമില്ലാതെ മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ ഒരു ഫാത്തിഹ ദുആരി ഞാൻ ഈസാൻ തുടങ്ങി കൊടുത്താണ് വരുന്നത്. അത് എ പി മുഹമ്മദ് മുസ്ലിയാരുടെ മകനാണ്. ഞാൻ പറഞ്ഞു വന്നത്, എ പി മുഹമ്മദ് മുസ്ലിയാർ അവർ ഒരു വലിയ പണ്ഡിതനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി മഹാനായ നമ്മുടെ സമസ്തയുടെ പ്രസിഡന്റ് നൂറുൽ ഉലമാ എം.എ. ഉസ്താദ് മുതൽക്ക് നമ്മുടെ സമസ്തയിലുള്ള പണ്ഡിതന്മാർ പ്രഗത്ഭരായ ആലിമീങ്ങളാണ്. പാവപ്പെട്ട ഞാനൊരു മുതഅല്ലിമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വകയിൽ ഒരു കാര്യവും പറയാറില്ല. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഒന്നിച്ചൊരു തീരുമാനമെടുക്കാതെ ഒരു വിഷയത്തിൽ ഞാൻ പറയാറില്ല. കാരണം ഞാൻ അറിവില്ലാത്തവനാണ്. പക്ഷെ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഞാൻ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് 15ഓളം വർഷമായി. അതിനു മുമ്പ് പങ്കെടുത്ത പണ്ഡിതന്മാരാകട്ടെ, അതിനുശേഷം പങ്കെടുത്ത പണ്ഡിതന്മാരാകട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഇന്ന് വരെ എടുത്ത ഏതെങ്കിലും തീരുമാനമാകട്ടെ ഇന്ന് വരെ മാറ്റേണ്ടി വന്നിട്ടില്ല, തിരുത്തേണ്ടി വന്നിട്ടില്ല. അത് യഥാർത്ഥ സമസ്തയുടെ ചരിത്രമാണ്. അതേസമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ട് ഞങ്ങളാണ് സമസ്തയെന്ന് പറഞ്ഞ് മുന്നേറാൻ ശ്രമിച്ച കക്ഷികളുണ്ട്. അവരാണ് മുജാഹിദുൽ ജമാഅത്തുമായി കൂട്ടുചേർന്ന് നിങ്ങളെ നാട്ടിലെ മുബാഹല നടത്തിയിട്ട് അതേ യുക്തിവാദി പടച്ചവരില്ല എന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കാൻ അവസരമുണ്ടാക്കിയിട്ട് സമുദായത്തോട് ഇന്നുവരെ അവർക്കതിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ശംസിയ തരീഖത്ത് പിഴച്ചതാണെന്ന് സമസ്ത തീരുമാനമെടുത്തിരുന്നു. പക്ഷേ അതിനപ്പുറം കാഫിറാണെന്ന് വിധി പറഞ്ഞു. അപ്പുറത്തെ സമസ്ത കാസർഗോഡ് ജില്ലാ കമ്മിറ്റി 6 കൊല്ലത്തിന് ശേഷം ആ തീരുമാനം അവരുടെ സമസ്ത പിൻവലിച്ചു. അങ്ങനെ പിൻവലിക്കേണ്ട ഒരു ഗതികേട് നമ്മുടെ സമസ്തക്ക് ഇന്നുവരെ വന്നിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ വരികയുമില്ല. കാരണം അത് ആലിമീങ്ങളാണ്. അവർ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഷയത്തെക്കുറിച്ച് തീരുമാനിക്കുമ്പോഴും ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനിക്കുമ്പോഴും വിശദമായി ചർച്ച ചെയ്ത് അതേ ചർച്ച ചെയ്തിട്ട് ബോധ്യപ്പെടുന്ന വിധം സമസ്തയിലുള്ള പണ്ഡിതന്മാര് തന്നെ തെളിവുകൾ അതാ അറിയാത്തവരല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്തവർ ലഭിച്ചിട്ടില്ലാത്തവർക്ക് തെളിവുകൾ ആധികാരികമായി കാണിച്ചു കൊടുത്ത് എല്ലാവരും ഒരുപോലെ അത് കേട്ട് മനസ്സിലാക്കി ഏകോപിതമായിട്ടല്ലാതെ ഇന്ന് വരെ നമ്മുടെ സമസ്ത ഒരു വ്യക്തിക്കെതിരെയോ ഒരു സംഘടനക്കെതിരെയോ ഒരു വിഷയത്തിലോ നമ്മുടെ സമസ്ത ഇന്ന് വരെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. അത് റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹമാണ്. പടച്ച റബ്ബ് ഖിയാമത്ത് നാൾ വരെ ആ പണ്ഡിത സദസ്സിൽ അതേ നിലയ്ക്ക് തന്നെ ദീനിന് നേതൃത്വം നൽകാൻ തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഞാൻ കയറി വന്നപ്പോൾ ഇവിടെ അതാ ചിലർ കത്ത് തന്നിട്ടുണ്ട്. ആ കത്തിൽ കുരുവട്ടൂര് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്ത് പത്രത്തിൽ കൊടുത്തല്ലോ. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ചില പണ്ഡിതന്മാർ അതിന് എതിരാണെന്ന് ഒരു പ്രചരണം നടക്കുന്നു എന്ന് പറഞ്ഞ് 2 കത്തുകൾ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പറയട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ആ വിഷയത്തിലും ഒരു തർക്കവും ഇന്ന് വരെ നടന്നിട്ടില്ല. പൂർണ്ണമായി പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമാണ്. അവിടെ നമ്മളോ ഒരു കാര്യം മനസ്സിലാക്കണം. പക്ഷേ ഏതെങ്കിലും
ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനെ കുറിച്ചോ ഒരു സയ്യിദിനെ കുറിച്ചോ അല്ലെങ്കിൽ ആരെക്കുറിച്ചെങ്കിലുമോ ഇങ്ങനെ എപ്പോഴും പറയണം എന്ന ഒരു നയം നമുക്കില്ല. ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ പത്രത്തിൽ സമസ്തയുടെ ഒരു തീരുമാനം വന്നാൽ അതുകൊണ്ട് തന്നെ ബോധ്യപ്പെടുമെന്ന കാര്യം നമുക്കുറപ്പാണ്. അതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞു നടക്കുന്ന ഏർപ്പാട് നമ്മുടെ പണ്ഡിതന്മാർക്കില്ല, അതിന്റെ ആവശ്യമില്ല. നിങ്ങളെ സമീപത്ത് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനായിരുന്ന ഒരാൾ അതേ ഈജിപ്തിൽ പോയൊരു തരീഖത്തുമായി വന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ആ തരീഖത്തുമായി വന്നപ്പോ അദ്ദേഹത്തിന്റെ ശൈഖിനെ വിളിച്ച് ഞങ്ങൾ വിചാരണ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ശൈഖിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കൂടെ നടക്കുന്നവരിൽ നിന്ന് പഠിച്ചാൽ മതി, വ്യക്തിയിൽ നിന്ന് ശൈഖിൽ നിന്ന് പഠിക്കേണ്ടതില്ല, അതിന് ഈജിപ്തിൽ പോകേണ്ടതില്ല. ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ആ ശൈഖിന്റെ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് തീരുമാനം കൈക്കൊണ്ടത്. ആ ശൈഖിനെ ഞങ്ങൾ പോയി വിചാരണ ചെയ്തിട്ടില്ല. സുഹൃത്തുക്കളെ, കാര്യം ബോധ്യപ്പെട്ടാൽ പണ്ഡിതന്മാർക്ക് തീരുമാനമെടുക്കാം. അങ്ങനെ ഒരു പണ്ഡിതന്മാർ ഒരു തീരുമാനമെടുത്താൽ അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രവർത്തകരുടെ കർത്തവ്യമെന്നുകൂടി ഈ ചോദിച്ചവരോട് ഞാൻ ഉണർത്തുകയാണ്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നാദാപുരത്തുണ്ടായിരുന്നു ഒരു പോക്കർ ഹാജി, എരോത്ത് പോക്കർ ഹാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മരണപ്പെട്ടുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയോ? തബ്ലീഗ് ജമാഅത്തിന്റെ കൂടെ കുറെ പോയ ഒരാളാണ്. എരോത്ത് പോക്കർ ഹാജിയെ ഞാൻ കേൾക്കുന്നത് തബ്ലീഗ് ജമാഅത്തുകാരൻ എന്നാണ്. ആ പോക്കർ ഹാജി അദ്ദേഹത്തെ ഞാൻ കാണുന്നത് എപ്പോഴാണെന്നറിയോ? സിറാജുൽ ഹുദയ്ക്ക് ആദ്യമായി ഒരു പള്ളി നിർമ്മിച്ചു എന്ന് മഹാനായ കാന്തപുരം ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, എന്നോട് കുറ്റ്യാടിയിൽ പോയി പ്രവർത്തിക്കുന്ന ഉസ്താദ് പറഞ്ഞു. അവിടെ 11 മഹൽ സുന്നത്തി ജമാഅത്തുണ്ടാക്കാൻ പറഞ്ഞു. പ്രവർത്തിച്ചു. ഓല ഷെഡ് കെട്ടി ഞാൻ പള്ളി തുടങ്ങി, മദ്രസ തുടങ്ങി, കോളേജ് തുടങ്ങി. അവിടെ ഒരു പള്ളി ഉസ്താദ് നിർമ്മിച്ചു തരാൻ ഉസ്താദ് പലതും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട്, എനിക്കറിയാം. അങ്ങനെ പള്ളിക്ക് തറക്കല്ലിടാൻ വേണ്ടി ഒരു വിദേശത്ത് ഒരാൾ വരുന്നു. ആ തറക്കല്ലിടാൻ വരുമ്പോ അയാളെ തട്ടിക്കൊണ്ടുപോകാൻ വേറെ കുറെ ആള് വരുന്നു. എയർപോർട്ടിലേക്ക് പോകാൻ എനിക്ക് ധൈര്യമില്ല, കാരണം കാന്തപുരം ഉസ്താദ് ഡൽഹിയിലാണ്, ഞാൻ ബോംബെയിലാണ്. ഉസ്താദ് വിളിച്ചതിനോട് പേരോട് ഉടനെ നാട്ടിലേക്ക് തിരിച്ചു പോകണം, നിന്റെ വിസ ക്യാൻസലാക്കണം, നീ തിരിച്ചു പോകണം, തറക്കല്ലിടാൻ നാളെ അറബി വരുന്നുണ്ട്, ഞാൻ ഉച്ചക്ക് രാവിലെ സ്വീകരിച്ചാൽ നീ പോകണം. ഞാൻ ബോംബെന്ന് തിരിച്ചു വരുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ബാബരി മസ്ജിദ് പൊളിക്കപ്പെടുന്നതിന്റെ 2 ദിവസം മുമ്പാണ് സംഭവം. അതാ ഞാൻ അവിടെ വന്നു നോക്കുമ്പോ എന്റെ ചേട്ടൻ എന്നെ ഫോൺ ചെയ്ത് പറയുന്നു, പള്ളി തറക്കല്ലിടാൻ വരുന്ന ആള് അറബിയാണ്, അയാളെ തട്ടിക്കൊണ്ടുപോകാൻ മന്ത്രിതലത്തിൽ പരിപാടിയുണ്ട്, കൂട്ടത്തിലൊരു മന്ത്രിയും വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാനന്ന് ബദർ പോയി കുട്ടികളെയും കൂട്ടിയിട്ട് എന്ത് പരിപാടിക്കും ബദർ പോലും നമ്മളൊരു പരിപാടിയാ. അത് കുട്ടികൾ കണ്ടിട്ട് ഒരു ദിവസം ഒരു കുട്ടി എന്ത് ചെയ്തു അറിയോ? അവരെ നാട്ടിൽ വിടാൻ വേണ്ടി ബദർ പോലും തോന്നി. അതെന്റെ അടുത്ത് കണ്ടുവെച്ചതാ. ഞാൻ ഇരിക്കട്ടെ, ബദർ പോലും തോന്നി. ഞാൻ അവേരത്തെ തങ്ങളുണ്ട്, അല്ലാഹുതആല ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. തങ്ങളെ വിളിച്ച് ഞാൻ പറയും നമുക്ക് സ്വീകരിക്കാൻ പോണോ. പിന്നെ മർക്കസിൽ വിളിച്ച് അവിടെ ഉസ്താദൊക്കെ പറഞ്ഞ് സ്വീകരിക്കാൻ പോണോ. രാവിലെ സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോ ഞാൻ അതിന് മുമ്പ് തന്നെ എയർപോർട്ടിൽ ചില പരിപാടിയൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലുള്ള ഒരു ഓഫീസർ ഉണ്ടായിരുന്നു, അയാളെ പിടിച്ചിട്ട്. അങ്ങനെ ഞാൻ വന്ന് ഇവരെല്ലാം കൂട്ടി ഞാൻ പോവാണ്. നമ്മള് പെരുമ്പ യൂസുഫ് ഹാജി ഉണ്ട്, അയാൾ ഈ അറിവിൽ പരിചയമുള്ള ഒരാളെ എനിക്കും പരിചയമുണ്ട്, ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോ ഫറൂഖിലെത്തി സുബീകരിക്കാൻ. സുബ്ഹാനല്ലാഹ്, സുബീകരിക്കാൻ ഫറൂഖിലെത്തി നോക്കുമ്പോ ഇയാളെ തട്ടിക്കൊണ്ടുപോകുന്ന എല്ലാ ടീമും ഉണ്ട് ഫറൂഖിൽ. എപി ഉസ്താദ് നിർമ്മിച്ച പള്ളിയിൽ, എപി ഉസ്താദ് ഉണ്ടാക്കിയ പള്ളിയിൽ, ഫറൂഖിൽ ഉള്ള പള്ളിയിൽ ഇവരൊക്കെ നമ്മളോട് സുബീകരിക്കാറുണ്ട്. അതിൽ മോക്കറാജിയുണ്ട്, പറഞ്ഞ മോക്കറാജിയുണ്ട്. ഞാൻ അവരോടൊക്കെ നല്ല നിലക്ക് വർത്താനം പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടി എയർപോർട്ടിൽ എത്തി.
അറബിനെ സ്വീകരിക്കാൻ പോയ ഞാനും അതുപോലെ യൂസുഫ് ഹാജിയും വേലത്ത് തങ്ങളും ഞങ്ങൾ മൂന്നാൾ ഉള്ളിൽ കയറാനുള്ള പെർമിഷൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. ഉള്ളിൽ കയറി അറബി ഇറങ്ങിയിരുന്ന ബൊക്ക കൊടുത്ത് ഞാൻ പറയും കാറ് ജാഹിദ് ഇവിടെ ഉണ്ട് പൂവല്ലേ ഇയാള് വേഗം എന്റെ കൂടെ വന്ന് കാറിൽ കയറി നേരെ കെട്ടി വിട്ട് സുബ്ഹാനല്ലാ. കുറച്ച് കഴിഞ്ഞു നോക്കുമ്പോ വലിയൊരു മന്ത്രി ഇയാളെ കൂടെ കേന്ദ്രമന്ത്രിയാ. അയാൾ പറഞ്ഞിരിക്കുന്നത് ഇയാളെ പാസ്പോർട്ട് ഇമിഗ്രേഷൻ അടിച്ചിട്ടില്ല, അത് താഴെ VIP റോഡിൽ അടിക്കാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നാ ഇയാളെ ഇമിഗ്രേഷൻ കുത്താണ്ടാണ് ഇറങ്ങിയത്. പോലീസുകാർക്ക് ആകെ പേടിച്ച് പറിച്ച്, കാരണം ഇയാൾ പുറത്തുപോയില്ലേ, പ്രശ്നം തന്നെയാണ്. സുബ്ഹാനല്ലാഹ് ജലാലു. പിന്നെ രണ്ടാമതാളെ കൂട്ടിക്കൊണ്ടുപോയി, ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇമിഗ്രേഷൻ കടിപ്പിച്ച്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് അറബിനെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന പോക്കറ ഹാജി തെബലീഗ മാറ്റായിരുന്നു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, നമുക്ക് CM നമ്മുടെ മന്ത്രി കേന്ദ്രമന്ത്രി CM-നൊന്ന് കാണണം, ഡൽഹിയിലേക്ക് നിങ്ങൾ കൂടി വരണോന്ന്. അപ്പൊ കൂടെ പോകുന്നത് ആരാന്നറിയോ? CH മുഹമ്മദ് ഖായ സാഹിബിന്റെ പുതിയാപ്പിള ഹംസ, അദ്ദേഹമാണ് കൂടെ വരുന്നത്. അപ്പോ അതിലിടയ്ക്ക് നമ്മളെ MP വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ഞങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് പോക്കർ ഹാജിയും നമ്മളെ CM ഇബ്രാഹിം സാഹിബിനെ കാണാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോവാൻ. അപ്പോ ഹംസയുണ്ട്, CM ഇബ്രാഹിം സാഹിബുണ്ട്, അല്ല ഈ പറഞ്ഞ പോക്കർ ഹാജിയുണ്ട്. അവർക്ക് ആവശ്യം എന്താ? അന്ന് മന്ത്രിയാണ് CM ഇബ്രാഹിം സാഹിബ്. അദ്ദേഹത്തോട് ഇവരൊരു കാര്യം പറഞ്ഞു കൊടുക്കണം. ഞാൻ അതിനാ കൂട്ടിക്കൊണ്ടുവന്നു. പോക്കർ ഹാജിയും നമ്മുടെ ഇൻഡസിന്റെ ഹംസയും കൂടിയാ കൂട്ടിക്കൊണ്ടു. ഇവര് പ്ലെയിനിൽ കയറി പോകുന്ന എന്നോട് പറയാണ്, ഇത് ശരിയായാലും നിങ്ങൾക്ക് നല്ല ഒരു തുക തരൂ. ഞാൻ പറഞ്ഞു, ഞാനില്ലട്ടോ, ഞാൻ ഇപ്പൊ തന്നെ മടങ്ങുകയാണ്. പൈസ തരൂന്ന് പറഞ്ഞാണെ ഞാനില്ല, ഞാൻ ഇപ്പൊ മടങ്ങുകയാണ്, ഞാനില്ലാതെ. അഭിരോധി വേണ്ട, നിങ്ങൾ വാങ്ങണ്ടാന്ന്. അങ്ങനെ പോയി CM ഇബ്രാഹിമിനെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ശരിയാവില്ലോ എന്ന് എനിക്കറിയില്ല, ഹലാലായ സംഗതിയാ, ഹറാമൊന്നുമല്ല. ഇരിക്കട്ടെ, ആ പോന്ന പോക്കില് ഈ പോക്കർ ഹാജി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. തബ്ലീഗ് ജമാഅത്തിനെ പറ്റി ഉസ്താദേ നിങ്ങളുടെ അഭിപ്രായം എന്താ? അയാൾ തബ്ലീഗ് ജമാഅത്തുകാരനായി പ്രവർത്തിക്കുകയാണ്. അപ്പോഴെന്നോട് ചോദിച്ചു, തബ്ലീഗ് ജമാഅത്തിന് നിങ്ങളുടെ അഭിപ്രായം എന്താ? സുബ്ഹാനല്ലാഹ്, ഞാൻ അയാളെ ശുദ്ധിയാക്കാൻ വേണ്ടി തന്നെ കൂടിയതാ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞമ്മക്ക് സുന്നത്ത് ജമാഅത്ത് പോരെ പോക്കറാജി, പിന്നെ എന്തിനാ ഒരു തബ്ലീഗ് ജമാഅത്ത്? തബ്ലീഗ് ജമാഅത്ത് ശരിയില്ല എന്നല്ലേ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്, EK ഉസ്താദ് പറഞ്ഞത്, ഉള്ളാളെ തങ്ങൾ പറഞ്ഞത്, AP ഉസ്താദ് പറഞ്ഞത്. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ആലിമീങ്ങളൊക്കെ പറഞ്ഞത് തബ്ലീഗ് ജമാഅത്ത് ശരിയില്ല എന്നല്ലേ. അതിന്റെ പുറമേ തബ്ലീഗ് ജമാഅത്ത് ചേർന്ന പള്ളിയല്ലേ തലശ്ശേരി സ്റ്റേഡിയം പള്ളി, അവിടെ പച്ച മലയാളത്തിലെ ഖുത്ബ ഓതിയിട്ട് ആളുകളെ ജുമഅത്തിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ജുമഅത്തിലാക്കുന്ന ആളുകൾ, ഈ ജുമഅത്തിലാക്കുന്നവരെ കൂടെ നമ്മളെന്തിനു പോകണം? നമ്മക്ക് ആലിമീങ്ങളെ കൂടെ കൂടിയാ പോരെ? അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചതെന്താ? ആലിമീങ്ങളാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. വിവരമുള്ളവരും ഇല്ലാത്തവരും തുല്യമാണോ? അല്ലാന്ന് പറയൂ നബിയേ. ഇദാ ജാഅഹും അംറുൻ മിനൽ അംനി അബിൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. അറിവ് കുറഞ്ഞ ആളുകൾ മതത്തിന്റെ നിയമം പറയാൻ പാടില്ല, ഒരു വിഷയത്തിലും തീരുമാനം പറയാൻ പാടില്ല. അത് പണ്ഡിതന്മാര് തീരുമാനിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കണമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ പരിശുദ്ധ ഖുർആൻ ആലിമീങ്ങൾ തീരുമാനം പറയണമെന്നല്ലേ പറഞ്ഞത്. നമ്മളെ ആലിമീങ്ങള് തബ്ലീഗ് ജമാഅത്ത് ശരിയില്ല എന്നല്ലേ പറഞ്ഞത്. അതുപോലെ തന്നെ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്, പാണക്കാട് ബോക്കോരത്തങ്ങള്, അങ്ങനെ നമ്മൾ കണ്ട സയ്യിദന്മാർ അവരാരും തബ്ലീഗ് ജമാഅത്തായിട്ടില്ലല്ലോ. ഉമർ ഖാദിയോ മെമ്പർ തങ്ങളോ തബ്ലീഗ് ജമാഅത്തായിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ മുതൽക്ക് മേലോട്ട് എണ്ണിയാൽ ശഫീ ഇമാം
റളിയല്ലാഹു അൻഹു അടക്കം സഹാബത്തടക്കം ഒരാളും തബ്ലീഗ് ജമാഅത്തായിട്ടില്ലല്ലോ. ഒരു ഇമാമിന്റെ കിതാബിലും സുന്നത്ത് ജമാഅത്ത് എന്നല്ലാതെ തബ്ലീഗ് ജമാഅത്ത് ഇന്ന് കാണുന്നില്ലല്ലോ. അപ്പൊ ആലിമീങ്ങൾ നമുക്ക് എന്താണോ തീരുമാനമെടുത്തു തന്നത് അതിൽ ഉറച്ചങ്ങ് നിന്നാൽ പോരെ. അതിനപ്പുറം തബ്ലീഗ് ജമാഅത്തിന്റെ പുസ്തകം നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടോ? നമുക്ക് ആലിമീങ്ങൾ പറഞ്ഞതല്ലേ നമ്മുടെ തീരുമാനത്തിന് മാനദണ്ഡം. ആലിമീങ്ങൾ പറഞ്ഞതല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത്. ആ ആലിമീങ്ങളെ തുടരാൻ നമ്മളെ പഠിപ്പിച്ചത് അല്ലാഹുവല്ലേ, നബിതങ്ങളല്ലേ, സഹാബത്തല്ലേ, ഇമാമീങ്ങളല്ലേ. പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത വിവരങ്ങളില്ല. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഖുർആൻ പഠിപ്പിക്കുന്ന മോഡലുകളും ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങളും അത് തികഞ്ഞ ആലിമീങ്ങൾക്കല്ലാതെ മനസ്സിലാകൂല എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. ആ ഖുർആനല്ലേ നമുക്ക് ഗുണമകൈ സാക്ഷി പറയേണ്ടത്. ആ ഖുർആന്റെ സംബന്ധിച്ചല്ലേ ഖബറിന് ചോദിക്കുന്നത്. ആ ഖുർആൻ ആലിമീങ്ങളെ പിന്നാലെ അണിനിരക്കാൻ നമ്മളോട് പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ ആലിമീങ്ങളെ പിന്തുടരുന്നുണ്ട്. അതാണ് എനിക്ക് നിങ്ങളോട് തബ്ലീഗിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് പോക്കർ ഹാജിയോട് ഞാനതാ പ്ലെയിനിൽ വെച്ച് പറഞ്ഞപ്പോൾ അതിന്റെ ശേഷം പോക്കർ ഹാജി തബ്ലീഗ് ജമാഅത്തിന് പോയിട്ടില്ലെന്ന് മാത്രമല്ല, മരിക്കുന്ന സമയത്ത് സിറാജുൽ ഹുദയുടെ കീഴിലുള്ള നാലാമത്തെ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റായി അദ്ദേഹം മരിച്ചു. ഇവിടെ ഞാൻ ഉണ്ടാക്കിയ പള്ളി കമ്മിറ്റിയുടെ ഖജാൻജിയായി അദ്ദേഹം മരിച്ചു. അദ്ദേഹം അതേ ഇന്നത്തെ വിലക്ക് വിറ്റാൽ ചുരുങ്ങിയത് 1 കോടി രൂപ വിലക്കുള്ള സ്വത്ത് അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വഖഫ് തന്നു. അല്ലാഹുവേ നീ അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനേ. അതുകൊണ്ട് പറയട്ടെ, സാധാരണക്കാരായ നമ്മൾ ആലിമീങ്ങളുടെ പിന്നിൽ അണിനിരക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. നിങ്ങൾ ആരെപ്പറ്റി ചോദിച്ചാലും ശരി, എനിക്ക് സ്വന്തം പറയാൻ അധികാരമില്ല. മഹാനായ താജുൽ ഉലമ എന്ന് പറയുന്നു, ഖമറുൽ ഉലമ എന്ന് പറയുന്നു, അതേ സുലൈമാൻ ഉസ്താദ് എന്ന് പറയുന്നു, ഒട്ടൂർ ഉസ്താദ് എന്ന് പറയുന്നു, അലി ഉസ്താദ് എന്ന് പറയുന്നു. ഇങ്ങനെ നമ്മുടെ ആലിമീങ്ങൾ എന്ന് പറയുന്നു എന്ന് നോക്കിയിട്ടല്ലാതെ സ്വന്തം നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും പറയാൻ എനിക്ക് അധികാരമില്ല, അവകാശമില്ല. എന്നെക്കാൾ വിവരമുള്ളവരാണ് നിങ്ങളെന്നും എന്നെക്കാൾ തഖ്വയുള്ളവരാണ് നിങ്ങളെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കെന്റെ റബ്ബിന്റെ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം എന്താണ്? സയ്യബത്തിനി 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 ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഹൂദ് സൂറത്ത് എന്നെ നരപ്പിച്ചു കളഞ്ഞു. എന്റെ കറുത്ത രോമം ഹൂദ് സൂറത്ത് ഇറങ്ങിയപ്പോൾ നരച്ചുപോയി. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങൾക്ക് നരബാധിച്ചത് എന്തുകൊണ്ട്? ബദർ യുദ്ധത്തിന് പോയിട്ടല്ല, സ്വന്തം നാട് വിട്ടിട്ടല്ല, കുടുംബം വിട്ടിട്ടല്ല, ആ പോകുന്ന സമയത്ത് വാള് വേണ്ടിയിട്ട് സുറാഖത്ത് വന്നിട്ടല്ല. നബി തങ്ങൾക്ക് നരച്ചുപോയത് എന്തിന്റെ പേരിലാണ്? സയ്യബത്തിനി ഹൂദ്. ശത്രുക്കളുടെ ഇരച്ചു കയറ്റമോ, ശത്രുക്കളുടെ ഭീഷണിയോ, ശത്രുക്കളുടെ യുദ്ധമോ അതേ അവിടുന്ന് മുമ്പല്ല് വെട്ടിത്തെറിച്ചിട്ടുണ്ട്, തലയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്, കാലിന് രക്തം പൊട്ടി ഒലിച്ചിട്ടുണ്ട്. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും തല നരച്ചിട്ടില്ല. സയ്യബത്തിൽ ഹൂദ് എന്നെ നരപ്പിച്ചു കളഞ്ഞത് ഹൂദ് സൂറത്താണ്. ഹൂദ് സൂറത്തിറങ്ങിയപ്പോൾ എനിക്ക് നരബാധിച്ചുപോയി. എന്തേ സൂറത്ത് ഹൂദിനുള്ള പരാമർശം? ഫസ്തഖിം കമാ ഉമിർത വലാ തതഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. അതേ
പരിശുദ്ധ ഖുർആൻ പറയാണ് ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ നടന്നോണം നബിയേ. ഹബീബായ നബി തങ്ങളോട് തന്നെ അല്ലാഹുവിന്റെ നിർദ്ദേശമാണ് ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ നടന്നോണം നബിയേ. വമൻ താബ മഅക, തങ്ങളെ കൂടെ വിശ്വസിച്ചവരും തങ്ങളെ കൂടെയാണെന്ന് പറഞ്ഞാൽ പോരാ, തങ്ങൾ നേർക്കുനേരെ മാത്രമേ ജീവിക്കുള്ളൂ. ഖുൽ ഇന്നനി ഹദാനി റബ്ബി, എന്നെ എന്റെ റബ്ബ് നേർക്കുള്ള വഴിയിൽ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞോ നബിയേ. ആ സിറാത്തുൽ മുസ്തഖീം നേരെയുള്ള വഴിയാണ്. ആ വഴിയിൽ തന്നെ തങ്ങൾ തുടർന്ന് നീക്കോ. ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക, അവിടെ വമൻ ആമന മഅക എന്നാണ് ജലാലൈനിയുടെ തഫ്സീർ മുതഅല്ലിമീങ്ങളെ. വമൻ താബ മഅക, തങ്ങളെ കൂടെ വിശ്വസിച്ചവരും നേർക്ക് നേരെ നടന്നോ. വല്ലാത്ത ആ നേതൃത്വം പഠിപ്പിക്കുന്നതിനപ്പുറം നിങ്ങൾ അതിരി വിട്ട് കടക്കണ്ട, നിങ്ങൾ അതിരി വിട്ട് കടക്കണ്ട. ആ നേതൃത്വത്തെ പിന്തുടർന്ന് നബിതങ്ങൾ നടക്കുന്നത് പോലെ നടന്നു. അതേ, അതിരി വിട്ട് കടക്കണ്ട. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും കാണുന്നവനാണ്, അറിയുന്നവനാണ്. ഇത് പറഞ്ഞിട്ടല്ല പറയാണ് സൂറത്ത് ഹൂദിൽ, വലാ തർകനൂ ഇലല്ലദീന ളലബൂ ഫതമസ്സകുമുന്നാർ. ആരാണോ ക്രമം തെറ്റിയത്, ആരാണോ അക്രമം ചെയ്തത്, ആരാണോ തെറ്റ് ചെയ്തത്, ആരാണോ തെറ്റിലേക്ക് നയിക്കുന്നത്, ആരാണോ കുറ്റം ചെയ്തത്, അത്തരത്തിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ ചായണ്ട. തെറ്റ് ചെയ്തവരിലേക്ക് നിങ്ങൾ ചായണ്ട. അവിടെ നിങ്ങൾക്ക് ജലാലയിൽ കാണാം മുദാനത്തിനും തെറ്റ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ സോപ്പിടാൻ പോണ്ട. തെറ്റ് ചെയ്യുന്നവരുടെ പ്രവർത്തനത്തിൽ നിങ്ങൾ തൃപ്തി കാണിക്കണ്ട. തെറ്റ് ചെയ്യുന്ന ആളുകളുമായി നിങ്ങൾ സ്നേഹബന്ധം ചേർക്കണ്ട. അവരിലേക്ക് നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങൾ ചായണ്ട. അപ്പോൾ നിങ്ങളെയും നരകം പിടികൂടി കേട്ടോ. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് തോന്നും നമ്മളങ്ങനെ എല്ലാരെയും കൈയൊഴിച്ചാൽ നമ്മക്ക് പിന്നെ ആരാ സഹായിക്കാനുണ്ടാവുക. അല്ലാഹു പറയുന്നു, അതേ വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ, അല്ലാഹനെ കൂടാതെ നിങ്ങൾക്കൊരു സഹായിയുമില്ല. അല്ലാഹനെ കൂടാതെ നിങ്ങൾക്കൊരു സഹായിയുമില്ല. അല്ലാഹു നിങ്ങളെ കൈയൊഴിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഭാഗത്തു നിന്നും ഒരു സഹായവും കിട്ടൂല കേട്ടോ. ദുനിയാവിലും കിട്ടൂല, ആഖിറത്തിലും കിട്ടൂല. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് കൽപ്പിക്കപ്പെട്ടതുപോലെ നബിയെ തങ്ങളും തങ്ങളെ കൂടെയുള്ളവരും നേരെ നടന്നോ. ഈ ആയത്തിറങ്ങിയപ്പോൾ സയ്യിദ് ഹൂദ് സൂറത്തിറങ്ങിയപ്പോ എനിക്ക് നരബാധിച്ചു പോയി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നേതൃത്വത്തിന്റെ പിന്നിൽ 100% അണിനിരന്നു. അത് അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരക്കാരാണ് ഉഖറവിയായ ആലിമീങ്ങൾ. അവരെ പിന്തുടർന്ന് നമ്മുടെ ജീവിതം നയിക്കണം. അവിടെ നമുക്ക് ദുനിയാവോ സ്ഥാനമാനമോ പണമോ അധികാരമോ ഒന്നും നമ്മെ ഭരിക്കരുത് എന്ന് മാത്രം ഈ സമയത്ത് നിർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. സമയം വല്ലാതെ വൈകിപ്പോയി. കർണാടക സ്റ്റേറ്റിൽ നിന്നുള്ള ഒരാൾ എന്റെ വീട്ടിൽ വന്ന് കാത്തിരിക്കുന്നുണ്ട്. അത്രയ്ക്ക് തൂത് പറഞ്ഞാണ് അദ്ദേഹത്തോട്. സമയം വല്ലാതെ വൈകിപ്പോയി. അല്ലാഹു തആല അദ്ദേഹത്തിനും ഖൈർ ചെയ്യട്ടെ, നമുക്കും അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോ ഒരു ചെറിയ ചരിത്രം പറയാറുണ്ട്. വളരെ പെട്ടെന്ന് ഒരു ചരിത്രം പറഞ്ഞു നിർത്തുന്നു. മഹാനായ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. ആ ചരിത്രം പറഞ്ഞിട്ട് നിർത്താൻ എം പിക്ക് എന്നെ കാണാൻ തിരക്കുന്നുണ്ട്. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു എം പിന്റെ ചരിത്രം ഞാൻ പറയാൻ പോകുന്നു.
സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് എന്ന ഭരണാധികാരി എംപിയല്ല, രാജാവാണ്. രാജാവ് ഹജ്ജിന് പോയി. ഹജ്ജ് കഴിഞ്ഞ് മദീനത്ത് സിയാറത്തിന് പോയി. സിയാറത്തിന് ചെന്നപ്പോൾ അവിടുന്ന് ഒരു ആഗ്രഹം, എനിക്കൊരു വയൽ വെക്കണമെന്നൊരു ആഗ്രഹം. ആർക്ക്? രാജാവിന്. അബൂ ഹാസിം റളിയല്ലാഹു അടുത്ത് ആളെ പറഞ്ഞു വെച്ചു, ഒന്ന് ഇവിടത്തോളം വരുമോ, ഒരു തിരക്കുണ്ട്, അങ്ങോട്ട് വരാൻ കഴിയാഴ്ച. അപ്പൊ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വയൽ പറയാൻ ഇങ്ങോട്ട് വന്നു. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വന്നു, എനിക്കൊരു വയൽ പറഞ്ഞുള്ളൂ അബൂ ഹാസിമേ. അബൂ ഹാസിം റളിയല്ലാഹു അൻഹുവിന്റെ വയൽ എന്താ പറഞ്ഞതെന്നറിയോ? ഇന്ന ഹാദൽ അംറ ലം യസിൽ ഇലൈക ഇല്ലാ ബിമൗതി മൻ കാന ഖബ്ലക വഹുവ ഖാരിജുൻ മിൻക ബിമിസ്ലി മാ സാറ ഇലൈഹി. രാജാവേ, നിങ്ങൾക്ക് ഈ ഭരണം കിട്ടിയത് നിങ്ങളെ മുൻഗാമികൾ മരിച്ചിട്ടാണ് കേട്ടോ. ഒരു ദിവസം നിങ്ങൾ മരിച്ചിട്ട് ഈ ഭരണം നിങ്ങളെ കയ്യിൽ നിന്ന് പുറത്തു പോകും കേട്ടോ. ഇത് രാജകീയ ഭരണം നടക്കുന്ന സ്ഥലമാണ്, 16-ാം തീയതി കാത്തിരിക്കുന്ന സ്ഥലമല്ല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ മരിച്ചിട്ട് പോകുന്നു പറഞ്ഞത്. അതേ, മരണപ്പെട്ടാൽ നിങ്ങളെ ഭരണം നിങ്ങളെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയത് മുൻഗാമികളായ ഭരണാധികാരികൾ മരിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട്. എന്താ പറയാനുള്ളതെന്നറിയോ? നസ്ജിഹ് റബ്ബക നസ്ജിഹ് അളമത റബ്ബിക. നിങ്ങളെ റബ്ബിന്റെ ബഹുമാനത്തെക്കുറിച്ച്, അല്ലാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾ ബോധമുള്ളവരാകണം. ആ ബോധം നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താ വേണ്ടത്? അല്ലാഹു വിരോധിച്ച ഒരൊറ്റ സ്ഥലത്ത് അല്ലാഹ് നിങ്ങളെ കാണാൻ പാടില്ല. അമറക്ക് അല്ലാഹ് കൽപ്പിച്ച ഒരൊറ്റ സ്ഥലത്ത് നിങ്ങൾ ഇല്ലാതെയാകാൻ പാടില്ല. അല്ലാഹ് എവിടെ പോകാനാ കൽപ്പിച്ചത്? അത് നമുക്ക് പറഞ്ഞു തരേണ്ടത് ആലിമീങ്ങളാണ്. എവിടെ പോകണ്ടെന്നാ പറഞ്ഞത്? അത് നമുക്ക് പറഞ്ഞു തരേണ്ടത് ആലിമീങ്ങളാണ്. അല്ലാഹ് കൽപ്പിച്ച സ്ഥലത്ത് നിങ്ങൾ ഉണ്ടായിക്കോളണം. അല്ലാഹ് വിരോധിച്ച സ്ഥലത്ത് നിങ്ങളെ കാണരുത്. ഇതങ്ങ് പറഞ്ഞപ്പോ അബൂ ഹാസിം തങ്ങൾ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് വന്നു നിങ്ങൾക്ക് ഞങ്ങൾക്കൊരു ബാഗ് പറഞ്ഞു തന്നാൽ എന്താണ്? അപ്പൊ അബൂ ഹാസിം തങ്ങൾ പറഞ്ഞു, ഇന്നതിനൈതനി ഫതൻതനി വഇൻ അഖ്സൈതനി അഖ്സൈതനി. നിങ്ങൾ രാഷ്ട്രത്തലവനാണ്, രാഷ്ട്രം ഭരിക്കുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളാണ്. നിങ്ങളെ ആലിമീങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളെ ഭാഗ്യമാണ്. ആലിമീങ്ങളെ വാല് കേൾക്കുന്നത് നിങ്ങളെ ഭാഗ്യമാണ്. അത് നിങ്ങൾക്ക് അല്ലാഹ് എന്ന നല്ല സ്വഭാവമാണ്. നമ്മളെ MP വർക്കില്ലേ, ആ ചരിത്രം കൂടി പറയട്ടെ. അതൊരു നല്ല സ്വഭാവമാണ്. നിങ്ങളെ ആലിമീങ്ങളെ കൊണ്ട് വാല് പറയിപ്പിക്കുന്നത് കേൾക്കുന്നത് നിങ്ങളെ നല്ല സ്വഭാവമാണ്. പക്ഷേ നിങ്ങൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇൻ അതിനൈതനി ഫതൻതനി. ആലിമായ ഞാൻ നിങ്ങളുമായി കൂടുതൽ അടുത്താൽ നിങ്ങൾ എന്നെ ഒരു രാഷ്ട്രീയക്കാരനാക്കിക്കളയും, നിങ്ങൾ എന്നെ ഫിത്നയാക്കിക്കളയും. അതുകൊണ്ട് നിങ്ങളുമായി ഞാൻ കൂടുതൽ അടുക്കൂല. നിങ്ങളുമായി ഞാൻ കൂടുതൽ അകന്നു നിൽക്കുകയും ഇല്ല. നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരും, എന്നാലല്ലേ ഞങ്ങൾ വിളിച്ചാൽ നിങ്ങൾ വരുള്ളൂ. അതേ, അല്ലെങ്കിലോ ഒറ്റ റോഡും പാസ്സാവൂല, അതുപോലെ തന്നെ ഒരു പാലവും പാസ്സാവൂല, ഒരു പെർമിഷനും കിട്ടൂല. നിങ്ങളുമായി അടുക്കാനും ഞാനില്ല, അകലാനും ഞാനില്ല. ഞാനൊരു പണ്ഡിതനായി പ്രവർത്തിക്കുകയാണ്. അപ്പോഴാ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് എന്ന രാജാവ് പറഞ്ഞു, നിങ്ങളൊരു ഉഖ്റവിയായ പണ്ഡിതനല്ലേ, നിങ്ങൾ അള്ളാഹുവിന്റെ ദീന് തുറന്നു പറയുന്ന ഒരു ആലിമല്ലേ, അവിടേക്ക് രാജാവാണെന്നോ പണക്കാരനാണെന്നോ ഒന്നും നിങ്ങൾ നോക്കുന്നില്ലല്ലോ. നിങ്ങൾ ആവശ്യം പറയൂ, ഞാനങ്ങ് വീട്ടിത്തരാം. നിങ്ങൾ ആവശ്യം പറയൂ, ഞാൻ ശരിയാക്കിത്തരാം. അപ്പോഴാ അബൂ ഹാസിം തങ്ങളെ മറുപടി, ഇന്നി അർഫഉഹാ ഇലാ മൻ ഹുവ അഖ്ദറു മിൻക
നിങ്ങളെക്കാൾ കഴിവുള്ള രാജാവിനോട് എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെക്കാൾ കഴിവുള്ള രാജാവിനോട് എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ രാജാവ് എനിക്ക് തരുന്നത് ഞാൻ സ്വീകരിക്കും. ആ രാജാവ് എനിക്ക് തടഞ്ഞു വെക്കുന്നത് ഞാൻ തൃപ്തിപ്പെടും. ആ രാജാവ് എന്ത് തന്നോ ഞാൻ സ്വീകരിക്കും. ആ രാജാവ് എന്ത് മുസീബത്ത് തന്നോ, എന്ത് പ്രശ്നം തന്നോ, ഏത് പ്രയാസം തന്നോ, ഞാനതെല്ലാം തൃപ്തിപ്പെടും. ഞാൻ ആ രാജാവിലേക്ക് എന്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് എന്റെ രാജാവ്, അവനാണ് കഴിവുള്ളവൻ. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, രാജാവേ ദുനിയാവിലെ ജീവിതത്തിൽ അവരുടെ ജീവിതോപാധികൾ നമ്മൾ അംശയിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു വർദ്ധിപ്പിച്ചു തന്നത് ചുരുക്കാൻ കഴിയുന്നവനാരാണ്? അല്ലാഹു ചുരുക്കിയത് കൂട്ടിത്തരാൻ കഴിയുന്നവനാരാണ്? അല്ലാഹു അല്ലാതെ കൊടുക്കുന്നവരും കഴിയുന്നവരും ഇല്ല. രാജാവേ, എനിക്ക് പറയേണ്ടത് ഞാൻ ആ രാജാവിനോട് പറഞ്ഞിട്ടുണ്ട്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് തങ്ങള് രാജാവാണ്. പക്ഷേ ആ മഹാന്റെ മുന്നിൽ വെച്ച് പടച്ച റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് തിരിച്ചുപോയി. ഓ മുഅ്മിനീങ്ങളെ, നമ്മളെ ശ്രേയസിന്റെ പ്രവർത്തനം, യശസ്സിന്റെ പ്രവർത്തനം മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല, നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിനടുക്കൽ വെച്ച് പ്രതിഫലം കിട്ടാനാണെന്ന ബോധത്തോടുകൂടി സജീവമായ സാന്ത്വനത്തിന്റെ പ്രവർത്തനങ്ങൾ, സുന്നത്തിന്റെ പ്രചരണങ്ങൾ, അതിൽ മുന്നേറണമെന്ന് നിങ്ങളോട് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹുവേ, ഞങ്ങളോട് ആരും സഹായിക്കുന്നവരുണ്ടോ, സഹകരിക്കുന്നവരുണ്ടോ? എല്ലാവർക്കും നീ ഖൈർ ചെയ്യണം റഹ്മാനേ. നമ്മുടെ അദ്ദേഹം എം പി ആകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സ്റ്റേജുകളിൽ വരുന്ന ആളും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുമാണ്. അല്ലാഹു അദ്ദേഹത്തിനും ഖൈർ ചെയ്യട്ടെ, എല്ലാവർക്കും അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. എല്ലാവരോടും ആകൊണ്ട് വസിയത്ത് ചെയ്തു. കുറ്റ്യാടി സിറാജുലിലേക്ക് ഞാൻ വരുന്ന ബൈക്കിലൊക്കെ നേർച്ച തന്നിട്ടുണ്ട്. പലരും ഇവിടെ വന്നപ്പോഴും തന്നവരുണ്ട്. അല്ലാഹു ആ സ്ഥാപനത്തിന് തന്നൊരു ബർക്കത്താണ്. ഒരു മാസത്തിൽ 25 ലക്ഷം രൂപയോളം നേർച്ച കിട്ടുന്നുണ്ട്. പക്ഷെ 65 ലക്ഷം രൂപയോളം ചെലവിൽ വേണം. അതുകൊണ്ട് എന്റെ അടുത്ത് കൂടുതൽ ഉണ്ടാവുന്ന വിചാരിക്കണ്ട. നമ്മൾ റിസീവറിന്റെ ഇവിടെ ആ റിസീവർ നിങ്ങളൊക്കെ വീടുകളിലൊക്കെ വരും. ഈ മൂസ സഖാഫി കുറ്റിപ്പറമ്പ് അദ്ദേഹം വരുമ്പോ നിങ്ങളൊക്കെ നല്ല സംഭാവന കൊടുക്കണം. 65 ലക്ഷം രൂപയോളം ചെലവിലോളം 788 ശമ്പളം കൊടുക്കണം. 788 ശമ്പളം കൊടുക്കണം. 1000 കുട്ടിക്ക് ഭക്ഷണവും കൊടുക്കണം. അതുകൊണ്ട് നിങ്ങളൊക്കെ നമ്മുടെ റിസീവർമാർ വരുമ്പോ സഹായിക്കണമെന്ന് ഉണർത്തുന്നു. സമയം വളരെ വൈകിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അല്ലാഹുവിന്റെ കോടതിയിൽ എളുപ്പം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ ഈ അമലും ഞങ്ങളെ മുഴുവൻ വാക്കുകളും പ്രവൃത്തികളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. എല്ലാവരും ഇരിക്കണം. എം പി സാർ 2 വാക്ക് സംസാരിക്കും. നിങ്ങളൊക്കെ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ സഹായിക്കണം. എല്ലാവരും സഹകരിക്കണം. എം പിന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് വാങ്ങാൻ ഇപ്പൊ സമയമില്ല. അതിനിവിടെ ഏതെങ്കിലും മൊയ്ലാമാരുണ്ടാവും, അവരെ ഏൽപ്പിക്കുക. എല്ലാവരും